ഹലോ ആസ്പിറൻസ്, എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രോജക്റ്റ് ഓഫീസറിന്റെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പ്രോജക്റ്റ് ഓഫീസറിന്റെ സിലബസ് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം 8 പാർട്ടുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒരു മിക്സ്ഡ് ആയിട്ടുള്ള സിലബസ്, നമുക്ക് എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് പോകുന്ന തരത്തിലുള്ള ഒരു സിലബസ് ആണ് പ്രോജക്റ്റ് ഓഫീസറിന് ഉള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിഷ് വരുന്നുണ്ട്, അക്വേറിയം ഫിഷസ് വരുന്നുണ്ട്, റിസർവോയേഴ്സ്. ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ മറ്റ് സിലബസിലൊന്നും റിസർവോയേഴ്സ്, ലേക്സ് ഒന്നും അത്രയും ഇമ്പോർട്ടൻറ്റ് കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ പ്രോജക്റ്റ് ഓഫീസറിന്റെ സബ്സിഡിയിലേക്കുള്ള സിലബസിനകത്ത് നമുക്ക് റിസർവോയേഴ്സ്, ലേക്സ്, പോണ്ട്സ് അതിൻ്റെയൊക്കെ ഡീറ്റെയിലേഷൻ നമുക്ക് കാണാൻ കഴിയും. ഫിഷറി സ്റ്റാറ്റിസ്റ്റിക്സ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ താഴേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ്ലി വരുന്ന ഫിഷിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അപ്പെക്സ് ആയിട്ടുള്ള സൊസൈറ്റീസ്, മത്സ്യഫെഡ്, എംബഡ, CAA ഇതിനെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക്ക്, ഒരു സിലബസ് ആണ് നമ്മുടെ പ്രോജക്റ്റ് ഓഫീസറിനകത്ത് ഉള്ളത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അപ്പം നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ സെക്ഷനിലേക്ക് പോകാം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഗിയർ ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ അപ്പർ സ്ട്രെച്ച് ഓഫ് ഗംഗ? ഗംഗാ നദിയുടെ അപ്പർ സ്ട്രെച്ചിൽ യൂസ് ചെയ്യുന്ന ഫിഷിംഗ് ഗിയർ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. 4 ഓപ്ഷനുകളാണ് നമുക്കുള്ളത്: ഗിൽനെറ്റ്, ഹുക്ക് ആൻഡ് ലൈന്, ഡ്രാഗ് നെറ്റ്, അതുപോലെ തന്നെ പേഴ്സീൻസ്. അപ്പം ഈ ഫിഷിംഗ് ഗിയേഴ്സിനെ ഒന്ന് പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അപ്പർ സ്ട്രെച്ച് ഓഫ് ഗംഗ എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. ഗംഗ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഹിമാലയത്തിൽ നിന്ന്, ഗംഗോത്രിയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിച്ച് 2525 കിലോമീറ്റർ താണ്ടി എവിടെ വന്ന് നിൽക്കുന്നു? നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. ഹിമാലയത്തിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്, ഗംഗോത്രിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ ഗംഗ ഭഗീരഥി നദിയായിട്ടാണ്, ചെറിയ തോതിൽ ഭഗീരഥി നദിയായിട്ടാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. അത് നമ്മുടെ ദേവ് പ്രാഗിലേക്ക് വരുമ്പോഴത്തേനും അളകനന്ദ നദിയുമായിട്ട് ചേർന്നിട്ടാണ് ഒരു വൈഡ് സെക്ഷൻ ഓഫ് ഗംഗ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2525 കിലോമീറ്റർ ആണ് ഗംഗയുടെ നീളം. അപ്പം അപ്പർ സ്ട്രെച്ചസ് ഓഫ് ഗംഗ മൗണ്ടൻ റേഞ്ചസ് ആണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗംഗയുടെ അപ്പർ സ്ട്രെച്ചസ് എല്ലാം മൗണ്ടൻ റീജിയൻസ് ആണ്, റോക്കി ആയിട്ടുള്ള റീജിയൻസ് ആണ്, ഫാസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏരിയയെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, അതിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷിംഗ് ഗിയർ ആണ് അപ്പർ സ്ട്രെച്ച് ഓഫ് ഗംഗയിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഗിൽ നെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പാസീവ് ഗിയർ ആണ്. നമുക്കറിയാം ഫിഷിംഗ് ഗിയേഴ്സിനെ നമുക്ക് 2 സ്ട്രക്ചേഴ്സ് ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഫിഷിംഗ് ഗിയേഴ്സ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ആക്റ്റീവായിട്ടും പാസീവായിട്ടും നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഓക്കെ, ആക്റ്റീവ് ഫിഷിംഗ് ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ ഫിഷിംഗ് ഗിയേഴ്സ് ആക്റ്റീവ് ആയിരിക്കും. ഫിഷസ് പിറകിലേക്ക്, ഗിയേഴ്സ് നമ്മൾ ഫിഷസിന്റെ പുറകിലാണ് കൊള്ളുന്നത്. ടുവേർഡ്സ് ഫിഷ് അല്ലെങ്കിൽ ടു ദ ഫിഷ് എന്ന് ടു ദ ഫിഷ് എന്ന് നമുക്ക് പറയാം. പാസീവ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേഷനറി ആയിരിക്കും. ഇവിടുത്തെ ഗിയർ സ്റ്റേഷനറി ആയിരിക്കും. ഫിഷസ് ഇൻവേഴ്സ്, ഫിഷ് ഇങ്ങോട്ട് വരും, ഫിഷ് അതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പാസീവ് ഫിഷിംഗ്. അപ്പൊ ഫിഷിംഗ് ഗിയേഴ്സിനെ നമുക്ക് 2 തിരിക്കാം. ആക്റ്റീവ് ഫിഷിംഗ് ഗിയർ ഉണ്ട്, നമുക്ക് പാസീവ് ഫിഷിംഗ് ഗിയർ ഉണ്ട്. ആക്റ്റീവ് ഫിഷിംഗ് ഗിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിഷിംഗ് ഗിയർ ആക്റ്റീവ് ആയിരിക്കും. ഫിഷസിന്റെ പുറകിൽ പോയി ഫിഷസിനെ ക്യാപ്ചർ ചെയ്യുന്ന മെത്തേഡാണ് ആക്റ്റീവ് ഫിഷിംഗ് ഗിയേഴ്സിൽ ഉള്ളത്. പാസീവ് ഫിഷിംഗ് ഗിയേഴ്സ് എന്ന് പറയുമ്പോഴോ സ്റ്റേഷനറി ആയിരിക്കും. ഫിഷസ് ഇങ്ങോട്ട് വന്ന് ഗിയേഴ്സിലേക്ക് കളക്ട് ചെയ്യുന്നതാണ് നമ്മൾ പാസീവ് ഫിഷിംഗ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഗിൽനെറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ പാസീവ് ഫിഷിംഗ് ഗിയർ. ഗിൽനെറ്റ് നമുക്കറിയാം ഒരു പാസീവ് ആയിട്ടുള്ള ഫിഷിംഗ് ഗിയർ ആണ്. 2 തരം ഗിൽനെറ്റ്സുകൾ നമുക്ക് മെയിൻലി ഉണ്ട്. ഡ്രിഫ്റ്റ് ഗിൽനെറ്റ്സ് ഉണ്ട്, സെറ്റ് ഗിൽനെറ്റ്സ് ഉണ്ട്. അപ്പൊ ഗിൽനെറ്റ്സ് മെയിൻലി നമുക്ക് ഈ അപ്പർ സ്ട്രക്ചേഴ്സ് ഓഫ് ഗംഗയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ലോവർ സ്ട്രക്ചേഴ്സ് ഓഫ് ഗംഗയിലാണ് ഗിൽനെറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റേഷനറി ആണ്, അതുകൊണ്ട് തന്നെ സ്റ്റേഷനറി ആയിട്ട് പ്ലേസ് ചെയ്യേണ്ടത് കൊണ്ടും നമ്മൾ ലോവർ സ്ട്രക്ചേഴ്സ് ഓഫ് ഗംഗയിലാണ് ഗിൽനെറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഹുക്ക് ആൻഡ് ലൈൻ ആണ് ഇതിന്റെ ആൻസർ. ഇവിടുത്തെ ആൻസർ വരുന്നത് ഹുക്ക് ആൻഡ് ലൈൻ ആണ്. ഹുക്ക് ആൻഡ് ലൈൻ നമ്മൾ ചൂണ്ടയില്ലേ, നമ്മൾ ചൂണ്ടയിട്ട് ലൈൻ യൂസ് ചെയ്ത് ചൂണ്ടയിട്ട് ഫിഷസിനെ പിടിക്കുന്ന ഒരു മെത്തേഡാണ് ഹുക്ക് ആൻഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളുടെ അപ്പർ സ്ട്രെച്ചസ് ഓഫ് ഗംഗാതിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഷിംഗ് മെത്തേഡ് ഹുക്ക് ആൻഡ് ലൈൻ ആണ് കേട്ടോ. 3ാമത്തത് ഡ്രാഗ് നെറ്റ്. ഇതിനകത്ത് ഡ്രാഗ് നെറ്റ് വരത്തില്ല. ഡ്രാഗ് നെറ്റ് എന്ന് പറഞ്ഞാൽ വലിച്ച് നമ്മൾ പുള്ള് ചെയ്യുന്ന ഗിയേഴ്സ് ആണ്. അപ്പൊ ഈ റോക്കി ഏരിയാസിൽ ഇങ്ങനെ നെറ്റുകൾ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ അത് തീരായി പോകത്തില്ലേ. അപ്പൊ അതുകൊണ്ട് ഡ്രാഗ് നെറ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള ഗംഗാതിക് പ്ലെയിൻസിലാണ് ഡ്രാഗ് നെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും പേഴ്സീൻസ് നമ്മൾ സ്കൂളിംഗ് ആയിട്ടുള്ള പെലാജിക്
സ്കൂളിംഗ് ആയിട്ടുള്ള ഫിഷസിനെ പിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു നെറ്റാണ് നമ്മുടെ പേഴ്സീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഓപ്പൺ വാട്ടറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മെയിൻലി റോക്കി ഏരിയാസ് ഉള്ള അല്ലെങ്കിൽ മൗണ്ടൻ റീജിയൻസിൽ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ ഹുക്ക് ആൻഡ് ലൈൻ ആണ് വരുന്നത്. അപ്പർ ഗംഗാതിക് സ്റ്റേറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗിയർ ഏതാണെന്ന് ചോദിച്ചാൽ ഹുക്ക് ആൻഡ് ലൈൻ ആണ് വരുന്നത് കേട്ടോ. ഗിൽനെറ്റും ഡ്രാഗ്നെറ്റും പേഴ്സീൻസും അല്ല. ക്ലിയർ? ഇത് ആണ് അതിന്റെ ഒരു പിക്ചർ റെപ്രസെന്റേഷൻ ആണ്. ഇതാണ് നമ്മുടെ ഗിൽനെറ്റ്, വല പോലെ നമ്മൾ സ്റ്റേഷനറി ആയിട്ട് പ്ലേസ് ചെയ്യുന്ന നെറ്റുകളാണ് ഗിൽനെറ്റ്സുകൾ. ഹുക്ക് ആൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഹുക്കും ലൈനും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫിഷിംഗ് ഗിയർ മെത്തേഡാണ് ഹുക്ക് ആൻഡ് ലൈൻ. അടുത്തത് ഡ്രാഗ് നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കവർ ചെയ്തിട്ടില്ല, നമ്മൾ വലിച്ച് എടുക്കുന്ന ഡ്രാഗ് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്ന ഒരു മെത്തേഡാണ് ഡ്രാഗ് നെറ്റിങ്ങിനുള്ളത്. പേഴ്സീൻസ് എന്ന് പറഞ്ഞാൽ സറൗണ്ട് ചെയ്തിട്ട് ഒരു ബോട്ടിനെ, ഒരു സ്കൂളിംഗ് ഫിഷസിനെയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഫിഷിംഗ് മെത്തേഡാണ് പേഴ്സീൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ റിസർവോയർ എന്നാണ്. റിസർവോയേഴ്സ്, ലേക്സ്, ഈ ഒരു നമ്മുടെ സിലബസിനകത്ത് ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു പാർട്ടാണ് റിസർവോയേഴ്സ് ആൻഡ് ലേക്സ്. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉള്ള ഒരു പാർട്ടും റിസർവോയർ എന്നാണ്. ഇവിടുത്തെ ചോദ്യം ഫൈൻഡ് ദ ഓഡ് വൺ ഓഫ് ദ റിസർവോയർ. 4 റിസർവോയറിന്റെ പേരുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓസ്മാൻ സാഗർ, കൃഷ്ണരാജ് സാഗർ, ഹിമായത് സാഗർ, ഹുസൈൻ സാഗർ. ഓക്കെ, ഇതിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ വരുന്നത് കൃഷ്ണരാജ് സാഗർ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൃഷ്ണരാജ് സാഗർ വരുന്നത്? ഈ ഓസ്മാൻ സാഗറും ഹിമായത് സാഗറും ഹുസൈൻ സാഗറും കാണപ്പെടുന്നത് ഹൈദരാബാദിലാണ്. ഇത് 3 കാണപ്പെടുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഹൈദരാബാദ് അഥവാ തെലങ്കാന. തെലങ്കാന റീജിയൻസിലാണ് ഇത് കാണപ്പെടുന്നത്. കൃഷ്ണരാജ് സാഗർ കാണപ്പെടുന്നത് കർണാടകയിലാണ്. ഓക്കെ, കൃഷ്ണരാജ് സാഗർ കാണപ്പെടുന്നത് കർണാടകയാണ്, ബാക്കി 3 കാണപ്പെടുന്നതും ഹൈദരാബാദിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഓഡ് വൺ ഏതാന്ന് ചോദിച്ചാൽ കൃഷ്ണരാജ് സാഗർ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോകാം. ഓസ്മാൻ സാഗർ എന്ന് പറയുമ്പം ഹൈദരാബാദിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. 1920 ഒസ്മാൻ സാഗർ പണി കഴിപ്പിക്കുന്നത്. 1912 അതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. 1920 ആയപ്പോഴാണ് ഇത് കംപ്ലീഷൻ ആയത്. ഒസ്മാൻ സാഗർ ഹൈദരാബാദിലാണ് ഇത് കാണുന്നതെന്ന് പറഞ്ഞു. അതിനെ ഗാന്ധിപ്പെട്ട്, ഇതിന് മറ്റൊരു പേരുണ്ട് ഗാന്ധിപ്പെട്ട്. ഗാന്ധിപ്പെട്ടിനെ ഗണ്ടിപ്പെട്ട് എന്നൊക്കെ പറയും. ഗണ്ടിപ്പെട്ട് നമ്മൾ വിളിക്കാം. ഓസ്മാൻ സാഗറിന്റെ മറ്റൊരു പേര് ചോദിച്ചാൽ ഗണ്ടിപ്പെട്ട്. അവസാന നിസാമായിരുന്ന മിർ ഒസ്മാൻ അലി ഖാൻ ആണ് ഇത് പണിയിപ്പിച്ചത്. ഒസ്മാൻ സാഗർ പണിയിപ്പിച്ചത് അവസാന നിസാമായിരുന്ന മിർ ഒസ്മാൻ അലി ഖാൻ ആണ്. അദ്ദേഹത്തിന്റെ ഒരു ആദര സൂചകമായിട്ടാണ് ഒസ്മാൻ സാഗറിന് ഈ പേര് വരാൻ കാരണം. അടുത്തത് ഹിമായത് സാഗർ. ഹിമായത് സാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒസ്മാൻ അലി ഖാന്റെ ഏറ്റവും ഇളയ പുത്രനാണ് ഹിമായത് അലി ഖാൻ. അദ്ദേഹത്തിന്റെ പേരിലാണ് ഹിമായത് സാഗർ അറിയപ്പെടുന്നത്. ഹിമായത് സാഗർ എന്ന് പറഞ്ഞാൽ ഒസ്മാൻ സാഗറിന്റെ പാരലായിട്ടുള്ള ഒരു റിസർവോയർ ആണ് ഹിമായത് സാഗർ. ഓക്കെ, ഹൈദരാബാദിൽ തന്നെയാണ് ഇതുമുള്ളത്. അടുത്തത് ഹുസൈൻ സാഗർ. ഹുസൈൻ സാഗർ എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിന്റെ ടൂറിസത്തിന്റെ ഒരു പാർട്ടും കൂടാണ്. ഹേർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു റിസർവോയർ ആണ് നമ്മുടെ ഹുസൈൻ സാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹേർട്ട് ഷേപ്പ് ആണ്, അതുകൊണ്ട് തന്നെ ടൂറിസം ഉള്ളൊരു സ്പോട്ടും കൂടെയാണ് നമ്മുടെ ഹുസൈൻ സാഗർ ആയിട്ടുള്ള റിസർവോയർ ഏരിയ. ഓക്കെ, ക്ലിയർ? ഇത്രയാണ്. ഇതിനകത്ത് നിന്ന് ഓഡ് വൺ ഏതാന്ന് ചോദിച്ചാൽ കൃഷ്ണരാജ് സാഗർ. കൃഷ്ണരാജ് സാഗർ നമ്മുടെ കർണാടകയിലാണ് കാണപ്പെടുന്നത്. ഈ മൈസൂർ ബാംഗ്ലൂരിന്റെ ഒക്കെ ഇറിഗേഷൻ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഇറിഗേഷന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു റിസർവോയർ കൂടെയാണ് നമ്മുടെ കൃഷ്ണരാജ് സാഗർ. കൃഷ്ണരാജ് സാഗർ പണി കഴിപ്പിച്ചത് 1924 അന്നത്തെ അവിടുത്തെ രാജാവായിരുന്ന കൃഷ്ണരാജ വടയാർ നാലാമനാണ് ഈ കൃഷ്ണരാജ് സാഗർ നിർമ്മിച്ചത്, റിസർവോയർ നിർമ്മിച്ചത്. അദ്ദേഹത്തിന്റെ ആദരസൂചകമായിട്ടാണ്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ബൃന്ദാവൻ ഗാർഡൻ ഇല്ലേ, ബൃന്ദാവൻ ഗാർഡൻ പണി കഴിപ്പിച്ച അതേ എഞ്ചിനീയർ ആണ് ഈ കൃഷ്ണരാജ് സാഗറും പണി കഴിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് എം വിശ്വേശ്വരായ. അദ്ദേഹമാണ് നമ്മുടെ വൃന്ദാവൻ ഗാർഡൻ, മൈസൂർ വൃന്ദാവൻ ഗാർഡൻ നിർമ്മിച്ചത്. അതേ എഞ്ചിനീയർ തന്നെയാണ് കൃഷ്ണരാജ് സാഗറും നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഇത്രയുമാണ്. അപ്പോൾ ആൻസർ കൃഷ്ണരാജ് സാഗർ.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസർവോയർ ഈസ് നോൺ ആസ് ദ കട്ട്ലാർ റിസർവോയർ? കട്ട്ലാർ റിസർവോയർ എന്നറിയപ്പെടുന്നത് ഈ 4 ഏതാണ്? നമുക്ക് ഓപ്ഷൻ ഉണ്ട്: സാന്തനൂർ, പോക്, തവ, ഗോബിന്ദ് ബല പൻസാഗർ. ഓക്കെ, ഇതിനകത്ത് ആൻസർ വരുന്നത് സാന്തനൂർ. ശാന്തനൂർ എന്ന് പറഞ്ഞ റിസർവോയർ ആണ് കട്ട്ലാർ റിസർവോയർ നമ്മൾ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കട്ട്ലകളുള്ള റിസർവോയർ ആണ് നമ്മുടെ സാന്തനൂർ റിസർവോയർ എന്ന് പറഞ്ഞാൽ. ബാക്കി ഇപ്പം തവയിലാണെങ്കിലും തവ റിസർവോയറിലാണെങ്കിലും കട്ട്ലകളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അബണ്ടന്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത് സാന്തനൂറിനായതുകൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ കട്ട്ലാർ റിസർവോയർ എന്നും കൂടെ അറിയപ്പെടുന്നത്. നമ്മുടെ പോങ് എന്ന് പറയുമ്പോൾ പോങ് നമ്മളുള്ളത് ഹിമാചൽ പ്രദേശിലാണ്. പോങ് റിസർവോയർ ഉള്ളത് ഹിമാചൽ പ്രദേശാണ്. ഗോവിന്ദ് ബൽപാൺ, ഈ ഗോവിന്ദ് ബലാപ്പൺ സാഗർ ഇല്ലേ, അതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലേക്കാണത്. ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ഗോവിന്ദ് ബലാപ്പാൻ സാഗർ. അപ്പോൾ ഒരു പോയിന്റ് കൂടെ നിങ്ങൾക്ക് കിട്ടി. ലാർജസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലേക്ക്, ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലേക്ക് ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയും? ഗോവിന്ദ് ബലാപ്പൻ സാഗർ ആണ്. ഓക്കെ, ക്ലിയർ. ഇന്ത്യയിലെ അതുപോലെ തന്നെ മറ്റൊരു ഹിമാകുണ്ട് റിസർവോയർ ഉണ്ട്. ഹിരാക്കുണ്ട് എന്ന് പറഞ്ഞ റിസർവോയർ ഉണ്ട്. ഹിരാക്കുണ്ട് ഒറീസയിലാണ് ഇതുള്ളത്. ഹിരാക്കുണ്ടിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഏരിയ വെച്ചിട്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ലേക്ക് ഉള്ളത് ഇന്ത്യയിലാണ്. ഏരിയ വെച്ചിട്ട് ബൈ ഏരിയ ഏഷ്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലേക്ക് ഉള്ളത് ഹിരാക്കുണ്ട്, ഒറീസയിലെ ഹിരാക്കുണ്ട് റിസർവോയർ ആണ്. പക്ഷെ എന്തുകൊണ്ട് ഇന്ത്യയിലെ ആയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നമ്മൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറേജ് ബേസിലാണ് പറഞ്ഞത്. സ്റ്റോറേജ് ബേസിസിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലേക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോവിന്ദ് ബലാപ്പൻ സാഗർ ആണ്. ഏഷ്യയിലെ ഏരിയ വെച്ചിട്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ലേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിരാക്കുണ്ട് റിസർവോയർ ആണ്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, ലോകത്തിലെ തന്നെ ലോങ്സ്റ്റ് ആയിട്ടുള്ള ഈ എർത്തേൺ ഡാം ഉള്ളതും ഹിരാക്കുണ്ടിലാണ് കേട്ടോ. ലോങ്സ്റ്റ് ആയിട്ടുള്ള എർത്തേൺ ഡാം ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ വേൾഡ് അത് ഈ ഹിരാക്കുണ്ടിലാണ്. ഹിരാക്കുണ്ട് റിസർവോയർ ആണ്. ഓക്കെ, ക്ലിയർ. നമ്മുടെ ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് ഗോവിന്ദ് ബലാപ്പണ്ടിന്റെ 12.2 മില്യൺ വാട്ടർ ആണ്. ക്യൂബിക് മീറ്റർ, മില്യൺ ക്യൂബിക് മീറ്ററിലാണ് നമ്മുടെ ഗോവിന്ദ് ബലാപ്പൺ സാഗറിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ. അപ്പൊ കട്ട്ലാർ റിസർവോയർ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? സാന്തനൂർ റിസർവോയർ ആണ്. പോങ് റിസർവോയർ കാണപ്പെടുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഇപ്പൊ തവ റിസർവോയർ കാണപ്പെടുന്നത് മധ്യപ്രദേശിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഗോവിന്ദ് ബലാപ്പൺ സാഗർ ആണ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലേക്ക്. 12.2 ആണ് അതിന്റെ ക്യൂബിക് മീറ്റർ സ്റ്റോറേജ് വരുന്നത്. ഹിരാക്കുണ്ടാണ് ഏഷ്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലേക്ക് ബൈ ഏരിയ. അത് തന്നെയാണ് ലോകത്തിലെ തന്നെ ലോങ്സ്റ്റ് ആയിട്ടുള്ള എർത്തേൺ ആയിട്ടുള്ള ഡാം. അടുത്ത ചോദ്യമാണ്, ഇൻ വിച്ച് സോൺ ഓക്സിജൻ ഈസ് കൺസ്യൂംഡ് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ ലേക്ക് എക്കോസിസ്റ്റം? ലേക്ക് എക്കോസിസ്റ്റം എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് സോണിലാണ് ഓക്സിജൻ ഒരു പ്യൂരിഫിക്കേഷൻ, നമ്മൾ ഓർഗാനിക് മാറ്റേഴ്സിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി ഓക്സിജൻ യൂസ് ചെയ്യുന്നത് ഏത് സോണിലാണ്? അപ്പൊ ഇത് ഓപ്ഷൻ ഉണ്ട്: ലിറ്ററൽ സോൺ, അപ്പർ സോൺ, ട്രോപ്പോളിറ്റിക് സോൺ, യൂഫോട്ടിക് സോൺ. ഇത് അറിയുന്നതിന് മുമ്പ് നമുക്ക് ലേക്ക് എക്കോസിസ്റ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ലേക്കിന്റെ ആ ഒരു സോണേഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ലേക്കിന്റെ സോണേഷൻ എന്ന് പറയുമ്പോൾ ലേക്കിനെ നമുക്ക് 3 പാർട്ടുകളായിട്ട് തിരിക്കാം. ഓക്കെ, ഒന്നാമത്തെ പാർട്ടാണ് ലിറ്ററൽ സോൺ, രണ്ടാമത്തെ സോണാണ് ലിംനറ്റിക് സോൺ, മൂന്നാമത്തേതാണ് പ്രൊഫണ്ടൽ സോൺ. പ്രൊഫണ്ടൽ സോൺ. ഇങ്ങനെ 3 സോണുകളായിട്ട് നമുക്ക് നമ്മുടെ ലേക്ക് എക്കോസിസ്റ്റത്തെ തിരിക്കാം. ലിറ്ററൽ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടെറസ്ട്രിയലുമായിട്ട് ഏറ്റവും അടുത്ത സോണാണ്. എമർജന്റ് പ്ലാന്റ്സ്, ഫ്ലോട്ടിംഗ് പ്ലാന്റ്സുകൾ, നമ്മുടെ സബ്മർജന്റ് പ്ലാന്റ്സുകൾ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സോണാണ് നമ്മുടെ ലിറ്ററൽ സോൺ എന്ന് പറഞ്ഞാൽ. ലിറ്ററൽ സോണിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ് പെനട്രേഷൻ അപ് ടു ദ ബോട്ടം വരെയും നമുക്ക് ലൈറ്റ് പെനട്രേറ്റ് ചെയ്തു. അതിന്റെ ഏറ്റവും അടിഭാഗം വരെയും ലൈറ്റ് പെനട്രേറ്റ് ചെയ്തു പോകുന്ന ഒരു സോണാണ് ലിറ്ററൽ സോൺ എന്ന് പറഞ്ഞാൽ. അടുത്ത സോൺ ലിംനറ്റിക് സോണിലേക്ക് വരുമ്പോൾ ലിറ്ററൽ സോൺ കഴിഞ്ഞുള്ള ഓപ്പൺ വാട്ടർ ഉള്ള ഏരിയ ആണ് നമ്മൾ ലിംനറ്റിക് സോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലിംനറ്റിക് സോൺ. ഈ ലിംനറ്റിക് സോണിന്റെ പകുതി വരെ, അതൊരു ഹാഫ് ഒരു പാർട്ട് വരെ ലൈറ്റ് പെനട്രേഷൻ ഉണ്ട്. ഓക്കെ, ആ ഒരു ഇല്യൂഷൻ, ഇപ്പം ലിംനറ്റിക് സോൺ ആണോ ലിറ്ററൽ സോൺ, ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് ലിംനറ്റിക് സോൺ ആണോ ലിറ്ററൽ സോൺ ആണോ എന്ന് മനസ്സിലാവാൻ പറ്റാത്ത വിധത്തിലുള്ള ആ ഇല്യൂഷൻ, ആ ഒരു പാർട്ടിനെ, ഡെപ്തിലേക്ക് പോകുന്ന ആ പാർട്ടിനെ നമ്മൾ യൂഫോട്ടിക് സോൺ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. യൂഫോട്ടിക് സോൺ, അതായത് ലൈറ്റ് പെനട്രേറ്റ് ചെയ്യുന്ന സോൺ എന്നാണ് അതിനർത്ഥം. യൂഫോട്ടിക് സോൺ, ഡെപ്തിലേക്ക് നമ്മൾ ആ സോണിനെ എടുക്കുകയാണെങ്കിൽ യൂഫോട്ടിക് സോൺ, ലൈറ്റ് പെനട്രേറ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ടിനെ നമ്മൾ യൂഫോട്ടിക് സോൺ എന്ന് പറയും. ഇതിനുശേഷം ലൈറ്റ് പെനട്രേറ്റ് ചെയ്യാത്ത ഡാർക്ക് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ പ്രൊഫണ്ടൽ സോൺ എന്ന് വിളിക്കുന്നത്. പ്രൊഫണ്ടൽ സോൺ, ഇതാണ് ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇതാണ് നമ്മുടെ ലിറ്ററൽ സോൺ. അതിനകത്ത് ലൈറ്റ് പെനട്രേഷൻ അപ് ടു ബോട്ടം വരെ ഉണ്ട്. അടുത്തൊരു ഓപ്പൺ ഏരിയയിലേക്ക് വരുമ്പോൾ ലിംനറ്റിക് സോൺ, അതിന്റെ ഇത്രയും ഭാഗത്തെ താഴേക്കുള്ള ആ ഡെപ്തിനെ നമ്മൾ യൂഫോട്ടിക് സോൺ എന്ന് വിളിക്കും. അതിന്റെ ഏറ്റവും താഴെയുള്ള റീജിയനെ നമ്മൾ പ്രൊഫണ്ടൽ സോൺ എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മുടെ ഓപ്ഷൻ അതുണ്ടേ, യൂഫോട്ടിക് ഉണ്ട്, അപ്പർ ഉണ്ട്, ലിറ്റർ ഉണ്ട്, അത് കൂടാതെ ഒരു സാധനം കൊണ്ട് ട്രോപ്പോലിറ്റിക്. ഇതാണ് ഇതിന്റെ ആൻസർ. ട്രോപ്പോലിറ്റിക് സോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫണ്ടൽ സോണിലെ പ്രൊഫണ്ടൽ സോണിന്റെ മറ്റൊരു പേരാണ് എന്ത്, വേറെ കളർ, മറ്റൊരു പേരാണ് ട്രോപ്പോലിറ്റിക് സോൺ എന്ന് പറഞ്ഞാൽ. ഈ സോൺസിന്റെ പ്രത്യേകത, ട്രോപ്പോലിറ്റിക് സോണിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഏറ്റവും അടിയാണ്, ലൈറ്റ് പെനട്രേഷൻ ഇല്ല, ഫോട്ടോസിന്തസിസ് ഒന്നും നടക്കത്തില്ല. ആ ഒരു കേസിൽ അവിടെ മേജറായിട്ട് ആരാ ഉള്ളത്, ഡീകമ്പോസേഴ്സ് ആണുള്ളത്. ഈ ഡീകമ്പോസേഴ്സ് ഓക്സിജനെ യൂസ് ചെയ്തിട്ട് ഈ ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്യും. ഓക്കെ, അവിടെ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നത്, ഏത് സോണിലാണ് ഓക്സിജൻ യൂസ് ചെയ്തിട്ട് ഓർഗാനിക് മാറ്ററിനെ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രോപ്പോലിറ്റിക് സോൺ അഥവാ സോണിന് മറ്റൊരു പേരാണ് പ്രൊഫണ്ടൽ സോൺ. ക്ലിയർ? ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇപ്പൊ തിരിച്ചും മറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരും. പ്രൊഫണ്ടൽ സോൺ ആണോ ട്രോപ്പോലിറ്റിക് സോൺ ആണോ? ട്രോപ്പോലിറ്റിക് സോൺ തന്നെയാണ് പ്രൊഫണ്ടൽ സോൺ. അത് മറന്നുപോയത് ക്ലിയർ ആയിട്ട് ഓർത്തിക്കണം. 3 സോൺസുകളുണ്ട്. ലിറ്ററൽ സോൺസ് ഉണ്ട്, ലിംനറ്റിക് സോൺ ഉണ്ട്, യൂഫോട്ടിക് സോൺ എന്ന് പറഞ്ഞാൽ ലൈറ്റ് പെനട്രേഷൻ ഉള്ള ഡൗൺലി നമ്മൾ ഡെപ്തിലേക്ക് പോകുമ്പോൾ ഉള്ളതാണ്. അത് കഴിഞ്ഞുള്ളതാണ് എഫോട്ടിക് സോൺ. അപ്പൊ നമുക്ക് ഇതിനെ മറ്റൊരു പേര് പറയാം, എഫോട്ടിക് സോൺ. എഫോട്ടിക് സോൺ എന്ന് നമുക്ക് വിളിക്കാൻ വരെ, കാരണം ലൈറ്റ് ഇല്ല. അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്താണ്? ട്രോപ്പോലിറ്റിക് സോൺ എന്ന് അതിനെ വിളിക്കാൻ കാരണം എന്താണ്? അവിടെ ഓക്സിജൻ യൂസ് ചെയ്തിട്ട് അവിടെ ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല. ഡീകമ്പോസേഴ്സ് ഓക്സിജൻ യൂസ് ചെയ്തിട്ട് ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്യും. അപ്പോൾ അവിടെ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുകയും ചെയ്യും. ഈ ക്ലിയർ? ആൻസർ ഏതാണ് വരുന്നത്? ട്രോപ്പോലിറ്റിക് സോൺ. അടുത്തത് 5ാമത്തേതാണ് ഫാമിലി ഓഫ് ടോഡ് ഫിഷ്. ടോഡ് ഫിഷിന്റെ ഫാമിലിയെ എന്താണ് വിളിക്കുന്നത്? ഫാമിലീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഓർണമെന്റൽ ഫിഷസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഫ്രഷ് വാട്ടർ ഫാമിലീസ് ഉണ്ട്, മറൈൻ ഫിഷസ് ആയിട്ടുള്ള ഓർണമെന്റൽ ഫിഷസിന്റെ ഫാമിലീസ് ഉണ്ട്. അതെല്ലാം പഠിക്കണം. മെയിൻലി അത് പഠിച്ചിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനിൽ റെക്കറിങ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഇതാണ് ഫാമിലീസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം. ഏത് ഫാമിലിയാണ്, ആ ഫാമിലിയിലുള്ള ജീവികൾ ഏതൊക്കെയാണ് എന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താ? ടോഡ് ഫിഷ്. ടോഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചൊറിയൻ തവള എന്നൊക്കെ വിളിക്കുന്ന നമ്മളുടെ ആ ഒരു തവളയാണ് നമ്മൾ ടോഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടോഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ അതുപോലെ സിമിലർ ടു ദ ടോഡ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ടോഡ് ഫിഷ് എന്ന് വിളിക്കുന്നത്. ടോഡ് ഫിഷിന്റെ ഫാമിലി ഏതാണെന്ന് ചോദിച്ചാൽ ലോപ്പിഡെ ആണോ, ബട്രാ ചോട്ടിഡെ ആണോ, സൈപ്രിനിഡെ ആണോ? നൺ ഓഫ് ദീസ് ആണ്. ആൻസർ വരുന്നത് ബട്രാ ചോട്ടിഡെ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ബട്രാ ചോട്ടിഡെ ആണ് വരുന്നത് ടോഡ് ഫിഷിന്റെ ഫാമിലി. ലോപ്പിഡെ എന്ന് പറയുമ്പോഴത്തേനും അത് ടോഡ് ഫിഷിന്റെ ഫാമിലി അല്ല. ലോപ്പിഡയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗൂസ് ഫിഷുകൾ വരുന്ന ഫാമിലിയാണ്. ഗൂസ് ഫിഷസിന്റെ ഫാമിലിയാണ് ലോപ്പിഡെ എന്ന് പറഞ്ഞാൽ. സൈപ്രിന്റെ നമുക്കറിയാം ലാർജസ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ഫിഷ് ആണ്, ഫിഷ് ഫാമിലിയാണത്. ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ഫിഷ് ഫാമിലിയാണ്. ഫാമിലി ഏതാന്ന് ചോദിച്ചാൽ സൈപ്രിനിഡെ നമുക്കറിയാം. സൈപ്രിനിഡെ നമ്മുടെ കാർപ്പുകളൊക്കെ വരുന്ന ഫാമിലി ഇല്ലേ, ഗോൾഡ് ഫിഷ് വരുന്ന ഫാമിലി ഇല്ലേ,
അതെല്ലാം സൈപ്രിനിയ ഫാമിലിയുടെ മെമ്പേഴ്സ് ആണ് ഇവരെല്ലാം. ഗോൾഡ് ഫിഷ്, നമ്മുടെ കാർപ്പുകൾ, ഇവരെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഇപ്പൊ ടോഡ് ഫിഷിന്റെ ഫാമിലി ഏതാണെന്ന് ചോദിച്ചാൽ ബെട്രാ ചോട്ടിഡേ ഫാമിലിയാണ് കേട്ടോ. ഇത് നമ്മൾ ഓസ്ട്രേലിയൻ ടോഡ് ഫിഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെനമസ്, അത് ടോക്സിക് ആയിട്ടുള്ള ടെട്രഡോ ടോക്സിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിഷുകളാണ് ഓസ്ട്രേലിയൻ ടോഡ് ഫിഷ് ഒക്കെ. നോർമൽ ടോഡ് ഫിഷിന്റെ ഫാമിലി ഇപ്പോൾ പഠിച്ചിരിക്കുക, ടോക്സിൻ ഉള്ള ഒരു ഫാമിലിയാണ് കേട്ടോ ബെറ്റർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർണമെന്റൽ ഫിഷ് ഈസ് നെസ്റ്റ് ബിൽഡർ ടൈപ്പ്? ആരാണ് ഇതിനകത്ത് നെസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് എന്ന്? ഓപ്ഷൻ സീബ്ര, റെസ്ബോറ, ഫൈറ്റർ, നൺ ഓഫ് ദീസ്. ഇത് നമുക്ക് ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്കൊരു ലോജിക്കലി എഴുതാൻ പറ്റും. വീട്ടിൽ അക്വേറിയം ഒക്കെ ഉണ്ട്, ഫൈറ്റർ ഫിഷസിനെ വളർത്തിയിട്ടുണ്ട് എന്നെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഫൈറ്റർ ഫിഷസ് എങ്ങനെയാണ് ഫിഷ് അവരുടെ നെസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്? ബബിൾ നെസ്റ്റ് ബിൽഡേഴ്സ് ആണ് ഫൈറ്റർ ഫിഷസുകൾ. ആൻസർ ഫൈറ്റർ ആണ്. ഫൈറ്റർ ഫിഷ് നമ്മുടെ സയാമീസ് ഫൈറ്റർ ഫിഷ്, ബീറ്റ സ്പ്ലെൻഡൻസ് എന്ന് പറയുന്ന, ബീറ്റ സ്പ്ലെൻഡൻസ് എന്നാണ് എൻ്റെ ശാസ്ത്രീയ നാമം. നമ്മുടെ ഫൈറ്റർ ഫിഷ് ആണ്. ഇവര് നെസ്റ്റ് ബബിൾ നെസ്റ്റ്, വളരെ നല്ല മനോഹരമാണല്ലേ ഇവരുടെ ഒരു ബ്രീഡിങ് നമുക്ക് കാണാൻ വേണ്ടി. ഫൈറ്റർ ഫിഷസ് ഒരിക്കലും ഒരുമിച്ചിടത്തില്ല എന്ന് നമുക്കറിയാലോ, ഇവരെ ഒരുമിച്ച് നമ്മൾ ഇടാറില്ല. മെയിൻലി ഇവർ ഫൈറ്റിംഗ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അവർ ആ പേര് വന്നത്, ഫൈറ്റർ ഫിഷ് എന്ന് അവർക്ക് പേര് വരാൻ കാരണം. അവർക്കൊരു ബ്രീഡിങ് ടൈം ആകുമ്പോഴത്തേനും നമ്മൾ ആദ്യമേ മെയിൽ ഫിഷസിനെ ഒരു ടാങ്കിൽ ഇട്ടേക്കും. അവരുടെ മെയിൽ ഫിഷ് പതുക്കെ പതുക്കെ അവരുടെ ബബിൾസ് ഫോം ചെയ്യുക, സർഫസിലേക്ക് ബബിൾസ് ഫോം ചെയ്യുന്ന ടൈം ആകുമ്പോഴത്തേനും നമ്മളൊരു ഗ്ലാസ് വെച്ചിട്ട് അതിനുള്ളിലേക്ക് ഗ്ലാസ് സിലിണ്ടർ വെച്ചിട്ട്, അത് മെയിൻ ടാങ്കിൻ്റെ അകത്തൊരു ഗ്ലാസ് സിലിണ്ടർ വെച്ചിട്ട് അതിനകത്തേക്ക് ഫീമെയിൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരാദ്യം ഒന്ന് പരിചയപ്പെട്ടെല്ലാം വരുന്ന സമയത്താണ് നമ്മളെ അതിന് ബ്രീഡിങ് ആയി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിലീസ് ചെയ്തിട്ട് അവർ ഫെർട്ടിലൈസേഷൻ നടന്ന് അവർ എഗ്ഗ് ഫീമെയിൽ റിലീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെയിൽ ആ എഗ്ഗിനെ കൊണ്ടുപോയി ആ നെസ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യും, ബബിൾ നെസ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഫീമെയിൽസിനെ മാറ്റും, ഇല്ലെങ്കിൽ ഇവർ ഒരു ഫൈറ്റിംഗ് ഉണ്ടാവും. അല്ലെങ്കിൽ ചില കേസസിൽ കനിബാലിസംസ് ഉണ്ട് ഈ ഫിഷസിന്, അവരുടെ കുഞ്ഞുങ്ങളെ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനുശേഷം നമ്മൾ ആരെയും മാറ്റും, ഫൈറ്റർ ഫിഷിനെ അതിനകത്ത് മാറ്റും. ഇവർ പേരൻ്റൽ കെയറുകളൊന്നും കാണിക്കുന്ന ആൾക്കാരൊന്നും അല്ല, അതുകൊണ്ട് തന്നെ മാറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ഉള്ള ഒരു ഫിഷാണ് നമ്മുടെ ഫൈറ്റർ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം സീബ്ര ഫിഷസിന്റെ കേസിലോ, സീബ്ര ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എഗ് സ്കാറ്റേഴ്സ് ആണ്. സ്കാറ്റേഴ്സ് ആണ്. അവർ നോൺ അഡിസീവ് ആയിട്ടുള്ള ഫിഷ് എഗ്ഗുകളുള്ളവരാണ്. നോൺ അഡിസീവ് എഗ്ഗുകളുള്ളവരാണ് നമ്മുടെ സീബ്ര ഫിഷ്. കഴിഞ്ഞ വർഷം വേറെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നോൺ അഡിസീവ് ആയിട്ടുള്ള എഗ്ഗ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫിഷ്, ഓർണമെന്റൽ ഫിഷ് ഏതാണ് എന്നുള്ള രീതിയിൽ ഓപ്ഷൻസിനകത്ത് സീബ്ര ഉണ്ടായിരുന്നു. സീബ്ര ഫിഷ് ആണ്. നോൺ അഡിസീവ് എഗ്ഗാണ്. അവർ എക്സാമ്പിൾ ഓഫ് എഗ് സ്കാറ്റേഴ്സ്, അവർ എഗ്സിനെ സ്കാറ്റേർഡ് ചെയ്തിടുന്നവരാണ്. ഇപ്പൊ റാസ്ബോറിലേക്ക് വരുമ്പോഴത്തേനും അവർ എഗ്ഗ് ഡെപ്പോസിറ്റേഴ്സ് ആണ്. എഗ്സിനെ അവർ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നവരാണ്. അവർക്ക് അഡിസീവ് ആയിട്ടുള്ള എഗ്സ് ആണ്. അവർ ഏതെങ്കിലും ലീവ്സിലോ, അവർ നെസ്റ്റ് ബിൽഡ് ചെയ്തിട്ടല്ല എഗ്ഗിനെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു മെറ്റീരിയൽ ഏതാണോ അതിനകത്തേക്ക് കൊണ്ട്, ഇപ്പം ചിലപ്പോൾ ലീവ്സിൻ്റെ ഒക്കെ, അക്വാട്ടിക് ലീവ്സിൻ്റെ ഒക്കെ ബാക്കിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ ഇല്ലേ, ഇപ്പം എന്തെങ്കിലും ഒരു വുഡ് പീസ് ആയിരിക്കാം, അതിനകത്തൊക്കെ കൊണ്ടുപോയി എഗ്സിനെ നല്ല ക്ലിയർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് അടുക്കി വെക്കുകയാണ് റാസ്ബോറകൾ ചെയ്യുന്നത്. അപ്പം സീബ്ര ഫിഷ് എന്ന് പറഞ്ഞാൽ എഗ് സ്കാറ്റേഴ്സിന് ഉദാഹരണമാണ്, റാസ്ബോറ എഗ് ഡെപ്പോസിറ്റേഴ്സിന് ഉദാഹരണമാണ്, ഫൈറ്റർ ഫിഷ് ഇസ് എ എക്സാമ്പിൾ ഫോർ നെസ്റ്റ് ബിൽഡേഴ്സിന് ഉദാഹരണമാണ്. ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ ബബിൾ നെസ്റ്റ് ബിൽഡേഴ്സ് നമുക്ക് എടുത്തു പറയാം കേട്ടോ. ബബിൾ നെസ്റ്റ് ബിൽഡേഴ്സിന് ഉദാഹരണമാണ് ഫൈറ്റർ ഫിഷ്. ഓക്കെ, ക്ലിയർ? അടുത്ത ചോദ്യം, ഫസ്റ്റ് റിസർവോയർ ഡെവലപ്പ് സയന്റിഫിക്കലി ഇൻ ഇന്ത്യയിൽ സയന്റിഫിക്കലി ഡെവലപ്പ് ചെയ്ത ആദ്യ റിസർവോയർ ഏതാണെന്നാണ് ചോദ്യം. ഇപ്പൊ റിസർവോയറിന്റെ തന്നെ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് വരുന്നത് അല്ലേ? ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉള്ള ക്വസ്റ്റ്യൻ ആണിത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് റിസർവോയർ കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് നമ്മൾ പഠിക്കണം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഓപ്ഷൻ ഗാന്ധി സാഗർ ആണ്, രണ്ടാമത്തത് തുംഗഭദ്ര, മൂന്നാമത്തത് സ്റ്റാൻലി, 4 ഗോബിന്ദ് സാഗർ എന്നുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് സ്റ്റാൻലി ആണ്. സ്റ്റാൻലി റിസർവോയർ ആണ്. സ്റ്റാൻലി റിസർവോയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1934 ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റാൻലി എന്ന് പേര് വരാൻ കാരണം ജോർജ് ഫെഡറിക് സ്റ്റാൻലി, അത് മുൻ
കാലത്ത് മദ്രാസ് ഗവർണറായിരുന്ന ജോർജ് ഫെഡറിക് സ്റ്റാൻലിയുടെ ഒരു അതിൻ്റെ ഒരു സ്മരണ അല്ലെങ്കിൽ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് സ്റ്റാൻലി റിസർവോയർ എന്ന് ഇതിന് പേരിടുന്നത്. അപ്പം തന്നെ മദ്രാസിലെ ഗവർണറാണെന്ന് പറഞ്ഞപ്പം തന്നെ സ്റ്റാൻലി റിസർവോയർ എവിടെയാണെന്ന് മനസ്സിലായല്ലോ, തമിഴ്നാട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സയന്റിഫിക്കലി ഡെവലപ്പ് ചെയ്ത ഒരു റിസർവോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൺസ്ട്രക്ഷൻ ആ ഒരു രീതിയിലായിരുന്നു. ഇപ്പം നമ്മൾ ഗാന്ധി സാഗർ എടുക്കുമ്പോൾ അത് ചമ്പൽ റിവർ മധ്യപ്രദേശിലെ ചമ്പൽ നദിയിലാണ് നമുക്ക് ഗാന്ധി സാഗർ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ തുംഗഭദ്ര കർണാടകയിലാണ് കേട്ടോ. കുറച്ചുകൂടെ കേട്ടിട്ടുള്ളൊരു പേരാണല്ലേ തുംഗഭദ്ര. കർണാടകയിലാണ് തുംഗഭദ്ര സ്ഥിതി ചെയ്യുന്നത്. തുംഗഭദ്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് സുർക്കി എന്ന് നമ്മൾ പറയും. സുർക്കി ഒരു എക്സാമ്പിൾ. സുർക്കി എന്ന് പറഞ്ഞാൽ ഈ ലൈം സ്റ്റോണും മഡും കൂടെ കുഴച്ചിട്ടാണ്, ആ ഒരു കോമ്പിനേഷനാണ് നമ്മൾ സുർക്കി എന്ന് പറഞ്ഞാൽ. ആ സുർക്കി എന്ന് പറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ റിസർവോയർ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഡാമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്, തുംഗഭദ്രയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. കർണാടകയിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള അട്രാക്ഷൻ കൂടെയാണ് തുംഗഭദ്ര റിസർവോയർ എന്ന് പറഞ്ഞാൽ. പ്രത്യേകം സുർക്കി അത് നോട്ട് ചെയ്ത് വെക്കുക. സുർക്കി എന്ന് പറഞ്ഞാൽ ലൈം സ്റ്റോണും നമ്മുടെ മഡും കൂടെ കുഴച്ചുള്ള കോമ്പിനേഷനിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതിൻ്റെ മെയിനായിട്ട്. ഇനി ഹിമാചൽ പ്രദേശിലാണ് നമ്മുടെ ഗോബിന്ദ് സാഗർ. ഹിമാചൽ പ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗോബിന്ദ് സാഗർ എന്ന് പേര് കൊടുക്കാൻ കാരണം ഈ 10ാമത്തെ സിഖ് ഗുരു ആയിരുന്നു ഗുരു ഗോബിന്ദ് സിംഗിന്റെ പേരിലാണ് ഈ ഗോബിന്ദ് സാഗർ വന്നിട്ടുള്ളത്. ഒരു ആദര സൂചകമായിട്ടാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. ഹിമാചൽ പ്രദേശിലാണതുള്ളത്. സത്ലജ് നദിയിലാണുള്ളത് കേട്ടോ. സത്ലജ് റിവറിലാണ് ഇത് ഉള്ളത്. ഗോവിന്ദ് സാഗർ. ആൻസർ ഏതാണ്? സ്റ്റാൻലി എന്നാണ് ആൻസർ. 1934 ഇത് സ്ഥാപിതമാണ്. തമിഴ്നാട്ടിലാണ്. മുൻ മദ്രാസ് ഗവർണറായിരുന്ന ജോർജ് ഫെഡറിക് സ്റ്റാൻലിയുടെ ആദര സൂചകമായിട്ടാണ് ഈ ഒരു പേര് കൊടുത്തിരുന്നത്. അതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സയന്റിഫിക്കലി നിർമ്മിച്ച റിസർവോയർ. ക്ലിയർ? മറന്നുപോകരുത്, ഇമ്പോർട്ടൻ്റ് ആണത്. അടുത്തത്, കൾച്ചേർഡ് ബേസ്ഡ് ക്യാപ്ചേർഡ് ഫിഷറീസ് ബെസ്റ്റ് സ്യൂട്ടബിൾ ബേസ്ഡ് ഓൺ സ്റ്റോക്ക് മാനേജ്മെന്റ്. അപ്പം കൾച്ചേർഡ് ബേസ്ഡ് ക്യാപ്ചേർഡ് ഫിഷറി എന്താണെന്ന് ആദ്യം അറിയണം അല്ലേ? അത് ഈ സ്റ്റോക്ക് മാനേജ്മെന്റ് ബേസിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കൾച്ചർ ബേസ്ഡ് ക്യാപ്ചർ ഫിഷറി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എവിടെ നടത്തുമ്പോഴാണ് കൾച്ചർ ബേസ്ഡ് ക്യാപ്ചർ ഫിഷറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്വാകൾച്ചറിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഫിഷസിനെ ഒരു റിസർവോയർ, ഓപ്പൺ ആയിട്ടുള്ള റിസർവോയറിലോ അല്ലാത്ത ഒരു ഏരിയയിലേക്കോ നമ്മൾ കൊണ്ടുപോയി വളർത്തുന്നതിനെയാണ് കൾച്ചർ ബേസ്ഡ് ക്യാപ്ചർ ഫിഷറീസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഒരു കൺഫേൺഡ് ആയിട്ടുള്ള ഏരിയാസിൽ നമ്മൾ ഹാച്ചറീസിലൊക്കെ വളർത്തുന്ന നമ്മൾ ഫിഷസുകളെയൊക്കെ കൊണ്ടുപോയി റിസർവോയറിൽ വളർത്തുക. ആ ഒരു മെത്തേഡ് ഓഫ് ഇതിനെയാണ് നമ്മൾ കൾച്ചർ ബേസ്ഡ് ക്യാപ്ചർ ഫിഷറി എന്ന് പറയുന്നത്. 4 ഉണ്ട്. ലാർജ് റിസർവോയർ ഉണ്ട്, മീഡിയം റിസർവോയർ ഉണ്ട്, സ്മോൾ റിസർവോയർ ഉണ്ട്, ലോട്ടിക് വാട്ടർ ബോഡീസ് ഉണ്ട്. ഇതിനകത്ത് ആൻസർ വരുന്നത് സ്മോൾ റിസർവോയറാണ്. പ്രത്യേകത എന്താ? സ്മോൾ റിസർവോയേഴ്സ് ആവുമ്പോൾ നമുക്കതിനെ നോട്ടീസ് ചെയ്യാൻ എളുപ്പമാണ്, ഹാർവെസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്, അവരെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്, അവരുടെ സ്റ്റോക്ക് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടത്താൻ നമുക്ക് സ്മോൾ റിസർവോയറിലാണ് പറ്റുന്നത്. ഇപ്പം ലാർജും മീഡിയം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും, അവരെ മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. എണ്ണം, അവരുടെ സ്റ്റോക്ക് അസസ്മെന്റ് ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ലോട്ടിക് വാട്ടർ എന്ന് പറയുമ്പോൾ ഒഴുകുന്ന വെള്ളം, ഫ്ലോയിങ് വാട്ടറിനെയാണ് നമ്മൾ ലോട്ടിക് വാട്ടർ എന്ന് വിളിക്കുന്നത്, ഫ്ലോയിങ് വാട്ടർ. അപ്പം ആ ഫ്ലോയിങ് വാട്ടർ ആണെങ്കിലും നമുക്കത് പ്രോപ്പർലി സ്റ്റോക്ക് മാനേജ്മെന്റ് ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം ഇവിടുത്തെ ആൻസർ സ്മോൾ റിസർവോയർ ആണ്. അതാണ് സ്മൂത്തായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോക്ക് മാനേജ്മെന്റിനെ ബേസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, റിസർവോയേഴ്സ് അങ്ങനെ പലതരപ്പുണ്ട് കേട്ടോ. ലാർജ് റിസർവോയേഴ്സ് ഉണ്ട്, മീഡിയം റിസർവോയേഴ്സ് ഉണ്ട്, സ്മോൾ റിസർവോയേഴ്സ് ഉണ്ട്. അപ്പോൾ റിസർവോയേഴ്സ് പഠിക്കുമ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാമിലി ഷോഡ് സിൻക്രണമസ് ഹെർമോഫ്രോഡൈറ്റിസം? 4 ഓപ്ഷൻ ഉണ്ട്. സെൻട്രോപോമിഡെ, സെറാനിഡെ, ലാബ്രിഡെ, സാപ്രിഡെ.
അപ്പൊ അതിനു മുമ്പ് സിൻക്രണോമസ് ഹെർമോഫ്രോഡിസം എന്താണെന്ന് അറിയാം, അതിനു മുമ്പ് ഹെർമോഫ്രോഡൈറ്റിസം എന്താണെന്ന് അറിയണം. ഹെർമോഫ്രോഡൈറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോളജിക്കൽ കണ്ടീഷൻ ആണ്. അതായത് മെയിലിന്റെയും ഫീമെയിലിന്റെയും ഓർഗൻസ് ഓരോ ഓർഗാനിസത്തിൽ തന്നെ കാണുന്ന ആ ഒരു ബയോളജിക്കൽ കണ്ടീഷനെയാണ് നമ്മൾ ഹെർമോഫൈഡൈറ്റിസം എന്ന് വിളിക്കുന്നത്. അതുള്ള ജീവികളെ നമ്മൾ ഹെർമോഫൈഡൈറ്റ്സ് എന്ന് വിളിക്കും. 2 തരത്തിൽ ഫിഷസിനെ കൺസിഡർ ചെയ്യുമ്പോൾ 2 തരത്തിലുള്ള ഹെർമോഫൈഡൈറ്റിസം ആണുള്ളത്. സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഹെർമോഫൈഡൈറ്റിസം ഉണ്ട്, അതുപോലെ തന്നെ സീക്വൻസൽ ആയിട്ടുള്ള ഹെർമോഫൈഡൈറ്റിസം ഉണ്ട്. അപ്പം നമ്മൾ സൈമിൾട്ടേനിയസ് നമ്മൾ സിൻക്രണോമസ് എന്ന് വിളിക്കും കേട്ടോ. സൈമിൾട്ടേനിയസ് നമ്മൾ സിൻക്രണോമസ് ഹെർമോഫൈഡിസം എന്നും വിളിക്കാറുണ്ട്. സൈമിൾട്ടേനിയസ് ഹെർമോഫൈഡൈറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷസ് ഒരേ സമയം തന്നെ അറ്റ് ദ സെയിം ടൈം മെയിൽ ഓർഗനും ഫീമെയിൽ ഓർഗനും അവർക്ക് മെച്യൂർ ആയിരിക്കും. അവർക്ക് എപ്പോൾ വേണമെങ്കിലും സ്പേംസിനെ റിലീസ് ചെയ്യാൻ പറ്റും, അതേസമയം തന്നെ ഒരേ സമയം തന്നെ എഗ്സും റിലീസ് ചെയ്യാം, സ്പേംസും റിലീസ് ചെയ്യാം. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹെർമോഫൈഡൈറ്റിസത്തെയാണ് നമ്മൾ സൈമിൾട്ടേനിയസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെയിം നമ്മളിപ്പം ഹെൽമെറ്റ്സ്, ഗ്രൂപ്പേഴ്സ്, ഇപ്പം മാൻഗ്രൂവ്സ് ഉള്ള കിലി ഫിഷുകൾ, അവരൊക്കെ സൈമിൾട്ടേനിയസിന് ഉദാഹരണമാണ്. സീക്വൻസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ടൈമിൽ അവർ ചേഞ്ച് ആവും. അതായത് അവർ ജനിക്കുന്നത് ഏതെങ്കിലും ഒരു സെക്സ് ആയിട്ടായിരിക്കും, ഇപ്പം മെയിലോ ഫീമെയിലോ ആയിട്ടായിരിക്കും ജനിക്കുന്നത്. പോകെ പോകെ അവരുടെ ലൈഫ് സൈക്കിൾ എവിടെയെങ്കിലും വെച്ച് അവർ സെക്സ് റിവേഴ്സൽ നടത്തും. അതിനെയാണ് നമ്മൾ സീക്വൻസൽ ഹെർമോഫ്രോഡൈറ്റിസ് എന്ന് പറയുന്നത്. ഇപ്പം അത് തന്നെ ഈ സീക്വൻസിൽ തന്നെ നമുക്ക് 2 എണ്ണം ഉണ്ട്. പ്രോട്ടോഗൈനി ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടാൻഡ്രി ഉണ്ട്. പ്രോട്ടോഗൈനി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ടു മെയിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കണം. പ്രോട്ടോഗൈനി, ഗൈനീഷ്യസ് അല്ലെങ്കിൽ ഗൈനീസ്കോളജി അതെല്ലാം റിലേറ്റ് ചെയ്ത് അതൊക്കെ റിലേറ്റ് ചെയ്ത് ഫീമെയിൽ ജെനിറ്റൽ ഓർഗൻസ് അങ്ങനെ പഠിച്ചുകൊണ്ട് നമുക്ക് പ്രോട്ടോഗൈനി എന്ന് പറയുമ്പോൾ ഫീമെയിൽ ടു മെയിൽ അതങ്ങ് ഉറപ്പിച്ച് വെക്കാം. അപ്പോൾ പ്രോട്ടോൻഡ്രി എന്തായിരിക്കും? മെയിലാണ്, മെയിൽ ടു ഫീമെയിൽ ആണെന്ന് ഓർത്ത് വെക്കാം. പ്രോട്ടോഗൈനി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ടു മെയിൽ, അതായത് അവർ ജനിക്കുമ്പോൾ അവർ ഫീമെയിലായിട്ടായിരിക്കും ജനിക്കുന്നത്, പോകെ പോകെ അവർ മെയിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ പൊട്ടാൻഡ്രി എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു മെയിലായിരിക്കും, പിന്നീട് അവർ ഫീമെയിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു കുറേ ക്രൈറ്റീരിയസ് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് അവരുടെ ഏജ്, സൈസ്, പിന്നെ എൻവയോൺമെന്റിൽ നിന്നുള്ള ഒരു സ്ട്രെസ്, ഇതൊക്കെ കാരണമാണ് ഇവർ ഈ സീക്വൻസൽ ഹെർമോഫൈഡിസം കാണിക്കുന്നത്. ഇവരെ കൂടാതെ ഒരാളും കൂടെ ബൈ ഡയറക്ഷണൽ സെക്സ് ചേഞ്ച് ഉണ്ട്. ബൈ ഡയറക്ഷണൽ സെക്സ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി ജനിക്കുന്നത് ഫീമെയിൽ ആയിട്ടായിരിക്കും, ഇവരൊരു സ്റ്റേജ് ആകുമ്പോൾ അത് മെയിലാവും, വീണ്ടും എന്തെങ്കിലും എൻവയോൺമെന്റൽ സ്ട്രെസ്സുകളോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും തിരിച്ചവർ ഫീമെയിലേക്ക് വരും. ഫീമെയിൽ ആവുന്നു, മെയിൽ ആവുന്നു, വീണ്ടും അത് ഫീമെയിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും സീക്വൻസലായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുവർക്ക്, ബൈ ഡയറക്ഷണലി ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഫിഷസുകളും ഉണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഹെർമോഫൈഡിസം എന്താണെന്ന് മനസ്സിലാക്കുക, 2 എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കുക. സൈമിൾട്ടേനിയസ് ഉണ്ട്, സീക്വൻസിലും ഉണ്ട്, 2 എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അത് തന്നെ സീക്വൻസിൽ 2 എണ്ണം ഉണ്ട്, പ്രോട്ടോഗൈനി ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടാൻഡ്രി ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. പ്രോട്ടോഗൈനി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ടു മെയിൽ ആണ്, പ്രോട്ടോഗൈനി എന്ന് പറഞ്ഞാൽ മെയിൽ ടു ഫീമെയിൽ ആണ്. പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻസ് പല എക്സാംസിനും, ഫിഷറി റിലേറ്റഡ് ആയിട്ടുള്ള പല എക്സാംസിനും റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. റിപ്പീറ്റഡ്ലി പല രീതിയിൽ ചോദിച്ചിട്ടുള്ള, പല രീതിയിൽ തിരിച്ചും തിരിച്ചും ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹെർമോഫൈഡിസം. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വെയിറ്റ്, നമ്മൾ ആൻസർ പറഞ്ഞില്ല അല്ലേ? ആൻസർ പറയാതാണ്. അപ്പം ഇതിനകത്തിലെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻക്രണോമസ് ഹെർമോഫൈഡിസം അഥവാ നമ്മുടെ സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള, അത് മറന്നുപോലെ വേർഡ്, സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഹെർമോഫൈഡിസം കാണിക്കുന്നത് സെറാനിഡെ കേട്ടോ. സെറാനിഡെ ഫാമിലിയാണ് സിൻക്രണോമസ് ആയിട്ടുള്ള ഹെർമോഫൈഡിസം കാണിക്കുന്നത്. ഇപ്പൊ സെൻട്രോപോമിഡെ, ലാബ്രിഡേയും സാപ്ട്രിനിഡേയും സീക്വൻസൽ ഹെർമോഫൈഡിസം കാണിക്കുന്നതാണ്. സീക്വൻസൽ, ബാക്കി 3ഉം സീക്വൻസലാണ്. ഓക്കെ, സീക്വൻസലാണ്. അടുത്ത ചോദ്യം, സ്റ്റിംഗ് റേസ് ബിലോങ് ടു ദ ഫാമിലി. സ്റ്റിംഗ് റേസ് ഏത് ഫാമിലിയാണ് ബിലോങ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്റ്റിംഗ് റേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റേസിന് തന്നെ 26 ഫാമിലീസ് ഉണ്ട്. 26 ഫാമിലീസ് ഉണ്ട് റേസിന് മാത്രം. അത് തന്നെ 4 ഓർഡറുകളുണ്ട് ഇവർക്ക്. 4 ഓർഡേഴ്സ് ഉണ്ട്, 26 റേസ് ഫാമിലികളുണ്ട്. ഇപ്പൊ ഇച്ചിരി വലിയ കുടുംബക്കാരാണ് ഇവര്. അതുകൊണ്ട് തന്നെ നമുക്ക് റേസ് നോക്കി ഇതിന് ഈ 4 എണ്ണവും ഈ നമുക്ക് തന്നേക്കുന്ന ഓപ്ഷനായ ഡസാറ്റിഡെ ആയാലും, ജിംനോറൂഡി ആയാലും, യൂറോലോഫിഡെ ആയാലും, റജിഡെ ആയാലും, ഇത് 4ഉം റേസിന്റെ തന്നെ ഫാമിലീസ് ആണ്. പക്ഷെ ഇവിടെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് സ്റ്റിംഗ് റേസ്. എപ്പോഴും നമ്മൾ കീവേഡ്സ്, ക്വസ്റ്റ്യൻ അതിലെ കീവേഡ്സ് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു ചെറിയൊരു ഇപ്പം ആദ്യത്തെ ചോദ്യം നമ്മൾ കണ്ടു അപ്പർ,
ബാക്കിയെല്ലാം അപ്പർ ഗംഗാത്തിക് സ്റ്റെഡ്ജസ് എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. താഴേക്ക് ബാക്കിയെല്ലാം ലോവർ ആയിരുന്നു, അപ്പർ അതിനകത്ത് ഏതാണ്, അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ട് സ്റ്റിംഗറേസിന്റെ ഫാമിലി ഏതാ. ഇപ്പൊ ഓർഡേഴ്സ് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ഓർഡേഴ്സിനെ പറ്റി പറയുന്ന മൈലോബാക്ടിഫോംസ് ഉണ്ട്. ഒന്നാമത്തെ ഓർഡറാണ് മൈലിയോ ബാക്ടിഫോംസ് ഉണ്ട്. രണ്ടാമത് നമുക്ക് രാജിഫോംസ് ഉണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് ടോർപിഡിനിഫോംസ് ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് റൈനോ പെസ്റ്റിഫോംസ് ഉണ്ട്. അങ്ങനെ 4 ഓർഡറുകളാണ് നമുക്കുള്ളത്, 26 ഫാമിലീസും. അപ്പൊ ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏതാ, സ്റ്റിംഗറേസിന്റെ ഫാമിലീസ് ആണ്. സ്റ്റിംഗറേസിന്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ എ ഡാസിയാറ്റിഡെ ഫാമിലിയാണ് സ്റ്റിംഗറേസിന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ. ഇത് ഇന്നോർഗ ബട്ടർഫ്ലൈ റേസിന്റെ ഫാമിലി ആയത് കേട്ടോ. ബട്ടർഫ്ലൈ മായ്ക്കട്ടെ, ഇതല്ലേ ബട്ടർഫ്ലൈ റേസിന്റെ ഫാമിലിയാണ് നമ്മുടെ ജിംനോറിഡേനെ എന്ന് പറഞ്ഞാൽ. യൂറോഫിഡെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറോഫിഡെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ റൗണ്ട് ആയിട്ടുള്ള സ്റ്റിംഗറേസ്, റൗണ്ട് സ്റ്റിംഗറേസിന്റെ ഫാമിലിയാണ്. രാജിഡെ എന്ന് പറഞ്ഞാൽ സ്കെയ്റ്റ്സിന്റെ ഫാമിലിയാണ്. സ്കെയ്റ്റ്സിന്റെ ഫാമിലിയാണ് രാജിഡെ. നമ്മൾ മലയാളത്തിൽ റേസിന് എന്താ തെരണ്ടി എന്നാണ് വിളിക്കുന്നത്, തെരണ്ടി. അപ്പൊ ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, ഈ സ്കെയ്റ്റ്സും റേസും ഇത് രണ്ടും 2 ഓർഡേഴ്സ് വരുന്നതാണ്. ഇത് രണ്ടും 2 ഓർഡറിൽ വരുന്ന 2 ജീവികളാണ്. ഇപ്പൊ നമ്മൾ പൊതുവേ നമ്മുടെ കേരളത്തിൽ തെരണ്ടി എന്ന് തന്നെയാണ് പറയുന്നതെങ്കിലും സ്കെയ്റ്റ്സും റേസും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് നോക്കിപ്പോ. ഓക്കെ, ഇതാണ് സ്കെയ്റ്റ്സ്. ആദ്യം നമുക്ക് സ്കെയ്റ്റ്സിനെ പറയാം. രാജിഫോംസ് നമുക്ക് 4 ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു, അതിലൊരു ഓർഡറാണ് രാജിഫോംസ്. രാജിഫോംസ് എന്ന റേസ് ഓർഡറിന്റെ പെട്ട ആളാണ് സ്കെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസ്. ഇവരുടെ ബോഡി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ബോഡിയുടെ ഈ ഒരു ഭാഗത്ത് ഡോർസിൽ നമുക്കൊരു തോണി റിഡ്ജസുകൾ കാണാൻ പറ്റും. ഡിഫൻസീവ് ആയിട്ടുള്ള തോണി റിഡ്ജസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവരുടെ വാലിന് അത്ര നീളമില്ല, ഷോർട്ടർ ആയിട്ടുള്ള ടെയിലാണ്, ചെറിയ ഫിന്നുകളുള്ള ഒരു ടെയിലാണ്. ഇവരുടെ പെൽവിക് ഫിൻ നമ്മൾ എടുക്കുമ്പോൾ അതിന് 2 ലോബുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. 2 ലോബുകൾ നമുക്ക് കാണാൻ പറ്റും. യൂഷ്വലി ഇവര് റേസിനെ കമ്പയർ ചെയ്യുമ്പോൾ റേസിനെക്കാളും ഇവർ ചെറുതാണ്, കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ഇവർ ഒവിപാരസ് ആണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർമേർഡ് പേഴ്സ് കേട്ടോ. മെർമെയ്ഡ്സ് പേഴ്സ് എന്ന് പറയും. അതൊരു പൗച്ചാണ്. ഈ എക്സിനെ ഡെപ്പോസിറ്റ് ചെയ്ത് ലേ ചെയ്യുന്ന എക്സിനെ ക്യാരി ചെയ്യാൻ സ്കെയ്റ്റ്സിലുള്ള ഒരു പൗച്ചാണ് മർമേർഡ് പേഴ്സ് എന്ന് പറഞ്ഞാൽ. മർമേർഡ് പേഴ്സ് ആരിലാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൊട്ടി സ്കെയ്റ്റ്സ് എഴുതണം കേട്ടോ. അതവരുടെ വലിയൊരു പ്രത്യേകതയാണ് സ്കെയ്റ്റ്സ്. അടുത്ത സ്റ്റിംഗറേസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒവിപാരസ് ആയിരുന്നെങ്കിൽ ഇവിടെ വിവിപാരസ് ആണ്. ഒരു കുഞ്ഞുങ്ങളെ പ്രസവിക്കും. നമ്മൾ ഈ റീൽസ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം, തെരണ്ടിയെ വലിച്ച് കരയിലേക്ക് ഇട്ടിട്ട് അവരുടെ വയറൊക്കെ തറയിൽ കൊടുക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു തെരണ്ടികൾ വരുന്നതൊക്കെ റീൽസിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു നമ്മുടെ ഫീൽഡിലൊക്കെ വരുന്ന ഒരു റീലാണത് കേട്ടോ. തെരണ്ടി അപ്പം അത് തന്നെ ഓർത്തിരുന്നതെന്ന് നമുക്കറിയാം. സ്റ്റിംഗറേസ് വിവിപാരസ് ആണ്, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവരാണ്. ഇവർക്ക് സ്കെയ്റ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ ലാർജർ ആണ്. ഇവരുടെ പെൽവിക് സ്പിന്നിന് 1 ലോബ് മാത്രമേ ഉള്ളൂ, സിംഗിൾ ലോബാണുള്ളത്. ഡിഫെൻസീവ് ആയിട്ടുള്ള സ്പൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ വാല് നല്ല നീളമുണ്ട്, ലോങ് ഒരു വിപ്പിംഗ് ലൈക്ക് ആയിട്ടുള്ള ലോങ് ടെയിലാണ് ഇവർക്കുള്ളത്. ഇവർക്ക് കുറച്ച് ഡിഫെൻസീവ് ആയിട്ടുള്ള സ്പൈൻസ് ഉണ്ട്. നമുക്കറിയാം തെരണ്ടിയെ കുത്ത് കയറ്റി കഴിഞ്ഞാൽ ഭയങ്കര പോയിസൺ ആണ്, അല്ലെങ്കിൽ വേദനയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ സ്റ്റിങ്, വാലിൻ്റെ അവിടെയുള്ള ആ ഒരു സ്പൈൻസ് വളരെ ടോക്സിക് ആണ്. അത് കുത്തിക്കഴിഞ്ഞാൽ നല്ല വേദന. ഇനി ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ മൈലോബാക്ടിഫോംസ് ആണ് സ്റ്റിംഗ് റേസിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ. അപ്പം ഇതാണ് ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ് പറഞ്ഞത്. സ്കെയ്റ്റ്സും സ്റ്റിംഗ് റേസും രണ്ട് മീനാണ്, 2 പ്രത്യേകതകളുണ്ട്. അതൊന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഒരു കമ്പാരിസൺ നോക്കിയത്. അടുത്ത ചോദ്യമാണ് സ്റ്റാറ്റോസിസ്റ്റം ഈസ് ആൻ ഓർഗൻ ഫോർ. സ്റ്റാറ്റോസിസ്റ്റം എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മുടെ സെഫാലോപോഡ്സ്, പ്രോൺസ് ആയിക്കോട്ടെ, നമ്മുടെ സെഫാലോപോഡ്സ്, മോൾസ്കിൻസ് ഒക്കെ നമ്മൾ കാണപ്പെടുന്ന ഒരു ഓർഗനാണ് സ്റ്റാറ്റോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എന്തിനുള്ള ഓർഗൻ ആണെന്നാണ് ചോദിച്ചത്.
സെൻസ് ഓഫ് സ്മെൽ, സെൻസ് ഓഫ് ടേസ്റ്റ്, സെൻസ് ഓഫ് ഹിയറിംഗ്, സെൻസ് ഓഫ് ബാലൻസ്. ഡി സെൻസ് ഓഫ് ബാലൻസ്. ഒരു ബാലൻസിങ് ഓർഗൻ ആയിട്ടാണ് നമുക്ക് ക്രസ്റ്റേഷ്യൻസിലും ഒക്കെ നമുക്ക് ഇതിനെ കാണാനായിട്ട് പറ്റും. സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയും ഈ ഒരു ഓർഗൻ. അത് ബാലൻസിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാലൻസിന് വേണ്ടി മെയിൻ അതാണ് നമ്മുടെ ഒരു ലെഗ്. ഇതൊരു പ്രോൺസിൻ്റെ ഒക്കെ ഒരു ലെഗ് പോർഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ബേസിക് ഉണ്ട് കോക്സ, അതിന് പ്രീ കോക്സ റീജിയനകത്ത് നമുക്കൊരു സ്റ്റാറ്റോസിസ്റ്റ് നെർവ് ഉണ്ട്. അതുകൊണ്ട് ഇതാണ് ആ സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറഞ്ഞ ഓർഗൻ. അതിനെ ഒന്നും കൂടെ ഒന്ന് വലുതാക്കി കാണിച്ചു കഴിഞ്ഞാൽ അതിനൊരു ക്യൂട്ടിക്കിൾ ഉണ്ട്. ഇവിടെ ഒരു സെൻസറി സീറ്റേഴ്സ് പോകുന്നുണ്ട്. ഇവിടെ ഒരു സാൻഡ് ഗ്രെയിനിലേക്ക് സ്റ്റാറ്റോലിത്ത്, അതിനുള്ളിൽ സ്റ്റാറ്റോലിത്ത് നമുക്ക് കാണാൻ പറ്റും. സ്റ്റാറ്റോസിസ്റ്റിനകത്ത് കാണപ്പെടുന്ന സ്റ്റാറ്റോലിത്ത് നമുക്കാണ്. ഇതൊരു ബാലൻസിങ് ഓർഗൻ. മെയിൻലി ബാലൻസിങ്ങിന് വേണ്ടിയാണ് നമ്മുടെ പ്രോൺസ്, സെഫാലോപോഡ്സ്, ബൈവാൾസിലൊക്കെ കാണപ്പെടുന്നത്. ഓക്കെ, അക്വാട്ടിക്കുള്ള ഇൻവെർട്ടിബ്രേറ്റ്സിൽ നമുക്കിത് കാണാനായിട്ട് പറ്റും. അടുത്ത ചോദ്യമാണ്, റെഡ് ടൈഡ് ഫിനോമിനൻ ഈസ് ഫൗണ്ട് ഡ്യൂ ടു ദ അബണ്ടൻസ് ഓഫ്. ഇവരെല്ലാവരും യഥാർത്ഥത്തിൽ ആൽഗൽ ബ്ലൂംസുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഡയാറ്റംസ് ആയിക്കോട്ടെ, ഡൈനോഫ്ലജലൈറ്റ്സ് ആയിക്കോട്ടെ, പ്രോട്ടോസോവൻസ് ആയിക്കോട്ടെ, കൊക്കോലിത്തിഫോസ് ആയിക്കോട്ടെ, 4 എണ്ണവും ആൽഗൽ ബ്ലൂംസുകൾ ഉണ്ടാക്കുന്നവരാണ്. പക്ഷെ ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് റെഡ് ടൈഡ് എന്ന ഫിനോമിന ഉണ്ടാക്കുന്നത്. ഇതാണ് റെഡ് ടൈഡ് എന്ന് പറഞ്ഞ ഫിനോമിന. അതിൻ്റെ പിക്ചറുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. റെഡ് ടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മൈക്രോ ആൽഗകളുടെ അബണ്ടന്റ് ആയിട്ടുള്ള ഗ്രോത്തിനെയാണ് നമ്മൾ റെഡ് ടൈഡ്. അത് ആ മൈക്രോ ഓർഗാനിസിന്റെ പേരെന്താ? ഡൈനോഫ്ലജലേറ്റ്സ്. ഡൈനോഫ്ലജലേറ്റ്സ് അബണ്ടന്റ് ആയിട്ട് ഗ്രോത്ത് അല്ലെങ്കിൽ ഓവറി ഗ്രോ ചെയ്യാണ്. അവരുടെ അബണ്ടൻസ് ആയിട്ടുള്ള ഒരു പ്രസൻസ് കൊണ്ട് കാരണമാകുന്നതാണ് നമ്മുടെ റെഡ് ടൈഡ് ഫിനോമിനാസ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഡയാറ്റംസ് നമ്മൾ നോക്കുകയാണെങ്കിലോ, ഇതിന്റെ അബണ്ടന്റ്ലി ഇവർ അങ്ങോട്ട് ഓവർ ആവുമ്പോഴത്തേനും, ഓവർലി അവരങ്ങോട്ട് വളരുമ്പോഴത്തേനും മെയിൻലി ഡിസ്കളറേഷൻ ഉണ്ടാവും. ആ ഒരു ഏരിയാസിൽ ഡിസ്കളറേഷൻ ഉണ്ടാവും. അതുപോലെയാണ് ടോക്സിക് റിലീസ് ചെയ്യും. ഈ ടോക്സിക് എന്തിന്? നമ്മുടെ മറൈനായിട്ടുള്ള ജീവികളൊക്കെ ഇല്ലേ, മറ്റ് മറൈൻ ലൈഫ് ഫോംസിനൊക്കെ അത് ത്രെഡ് ഉണ്ടാക്കും. ഫിഷനെയാണ് നമ്മുടെ റെഡ് ടൈഡ് എന്ന് പറയുന്നത്. സോ റെഡ് ടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനോഫ്ലജലേറ്റ്സ് ആയിട്ടുള്ള മൈക്രോ ആൽഗകൾ അല്ലെങ്കിൽ അതിൻ്റെ റാപ്പിഡ് അബണ്ടന്റ് ആയിട്ടുള്ള ഗ്രോത്തിനെയാണ് നമ്മൾ റെഡ് ടൈഡ് ഫിനോമിന എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഡയാറ്റംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഡയാറ്റംസ് ലാർജ് ബ്ലൂംസ് ആണ്. കോസ്റ്റൽ ആയിട്ടുള്ള കോൾഡ് വാട്ടറിലാണ് കൂടുതലും നമുക്ക് ഡയാറ്റംസിനെ കാണാൻ പറ്റുന്നത്. പ്രോട്ടോസോവൻസ് എന്ന് പറയുമ്പോൾ പ്രോട്ടിസ്റ്റുകളാണ് അല്ലേ, യൂക്കാരിയോട്ടായിട്ടുള്ള പ്രോട്ടിസ്റ്റുകളാണ് പ്രോട്ടോസോവൻ. കൊക്കോലിത്തിഫോംസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ടൈഡില്ലേ, റെഡ് ടൈഡ് ആണ്. വൈറ്റ് ടൈഡ് ചോദിച്ചു കഴിഞ്ഞാൽ, വൈറ്റ് ടൈഡ് ആരാ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊക്കോലിത്തിഫോംസ് ആണ് വൈറ്റ് ലൈംസ് ഉണ്ടാകുന്നത്. ഇതൊരു കാൽക്കേഷ്യസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കാൽക്കേരിയസ് ഉള്ള കാർബൺ പ്ലേറ്റ്സുകളുണ്ട്. ഇവർക്കൊരു അതിനെയാണ് നമ്മൾ കൊക്കോലിത്സ് എന്ന് പറയുന്നത്. കൊക്കോലിത്സ്. കാൽക്കേഷ്യസ് ആയിട്ടുള്ള കാർബൺ പ്ലേറ്റ്സുകളുണ്ട് ഇവരിൽ. അതിനെ കൊക്കോലിത്ത് എന്ന് വിളിക്കുന്നു. അവരാണ് മെയിൻലി വൈറ്റ് ടൈഡ്, ഒരു മിൽക്കി ആയിട്ടുള്ള. ഇപ്പം ചില കടലിൻ്റെ ഏരിയാസിലൊക്കെ നമുക്ക് കാണാം ചില മിൽക്കി ആയിട്ടിരിക്കുകയാണ്, വൈറ്റ് കളർ. ഇപ്പം റെഡ് ടൈഡ് ഉണ്ടാകുന്നുള്ളൊരു വൈറ്റ് കളറിൽ കിടക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് ടൈഡ് എന്നാണ് പറയുന്നത്. അതിന് കാരണമായ ജീവിയാണ് നമ്മുടെ കൊക്കോലിത്തിഫോസ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? റെഡ് ടൈഡിനും കാരണമായത് ആരാ? ഡൈനോഫ്ലജലേറ്റ്സ്. അടുത്തത്, ഫ്രഷ് വാട്ടർ ഡോൾഫിൻ ഈസ് ഫൗണ്ട് ഇൻ വിച്ച് റിവർ സിസ്റ്റം ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഫ്രഷ് വാട്ടർ ഡോൾഫിൻസിനെ കാണുന്നത് ഏത് നദിയിലാണെന്ന്? ബ്രഹ്മപുത്ര, ഗോദാവരി, ഗംഗ, മഹാനദി. അപ്പം നമ്മൾ ഡോൾഫിൻസിനെയൊക്കെ നമ്മൾ കടലിലല്ലേ കണ്ടിട്ടുള്ളത്. ഫ്രഷ് വാട്ടർ ഡോൾഫിൻസ് ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. ഫ്രഷ് വാട്ടർ ഡോൾഫിൻസ് ഉണ്ട്. ലാർജസ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ഡോൾഫിന് നമുക്ക് ആമസോൺ നദിയിലാണ് കാണപ്പെടുന്നത് കേട്ടോ. ആമസോൺ നദിയിലാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ അത് കാണപ്പെടുന്നത് ഗംഗ. ഇതിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പം നമുക്കറിയാം ഗംഗ ഡോൾഫിൻ എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഡോൾഫിനാണത്. ഗംഗ ഡോൾഫിന് ഒരു പ്രത്യേകതയുണ്ട്, ഇന്ത്യയുമായിട്ട് വളരെ ബന്ധമുണ്ട്. ഗംഗ റിവർ ഡോൾഫിൻ, അതാ ഗംഗ ഡോൾഫിൻ എന്നൊക്കെ നമ്മൾ അറിയപ്പെടും. ഇതിന്റെ ശാസ്ത്രീയ നാമം പ്ലറ്റാനിസ്റ്റ ജൈജാൻഡിക്ക എന്നാണ് ഇവരുടെ ശാസ്ത്രീയ നാമം. ഇവർക്ക് ഏറ്റവും വലിയ പ്രത്യേകത, ഇവരുടെ പ്രത്യേകത, ഇന്ത്യയുടെ പ്രത്യേകത എന്താ? ഇന്ത്യയുടെ നാഷണൽ അക്വാട്ടിക് ആനിമൽ ആണ്. ഇന്ത്യയുടെ നാഷണൽ അക്വാട്ടിക് ആനിമൽ ഏതാണെന്ന് ചോദിച്ചാൽ ഗംഗ ഡോൾഫിൻ എന്ന് എഴുതാം. ഇപ്പോൾ ഓപ്ഷൻസിനകത്ത് വിച്ച് ഇസ് ദ ഇന്ത്യാസ് നാഷണൽ അക്വാട്ടിക് ആനിമൽ എന്ന് ചോദിച്ചിട്ട് ഇതിന്റെ ശാസ്ത്രീയ നാമമാണ് കൊടുക്കുന്നതെങ്കിലും എഴുതണം. ഇതിന്റെ ശാസ്ത്രീയ നാമം എന്താ? പ്ലറ്റാനിസ്റ്റ
ജൈജാൻഡിക്ക എന്നാണ് അവയുടെ ശാസ്ത്രീയ നാമം. അവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഗംഗ റിവർ ഡോൾഫിൻ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ഡോൾഫിൻ ഇൻ ഇന്ത്യ, ഗംഗ ഫ്രഷ് വാട്ടർ ഡോൾഫിൻ എന്ന് വിളിക്കുന്നു. 2009 ഇന്ത്യയുടെ നാഷണൽ അക്വാട്ടിക് ആനിമൽ ആയിട്ട് ഇതിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള കളറാണ്, സ്റ്റോണി ആയിട്ടുള്ളൊരു ബോഡിയാണ് ഇവയ്ക്ക് കാണാൻ പറ്റുന്നത്. ലോങ് പോയിന്റഡ് ആയിട്ടുള്ള സ്നൗട്ട് നമുക്ക് കാണാൻ പറ്റും. വിസിബിൾ ആയിട്ട് ടീത്ത്, പല്ലുകൾ നല്ല രീതിയിൽ ഇവർക്ക് നമുക്ക് കാണാൻ പറ്റും. ട്രയാങ്കുലർ ആയിട്ടുള്ള ലംബ്, ഈ ഒരു പോർഷനിൽ ഒരു ട്രയാങ്കുലർ ലംബ് നമുക്ക് കാണാൻ പറ്റും. ഡോർസൽ ഫിന്നും ലാർജ് ആയിട്ടുള്ള ഫ്ലാപ്പേഴ്സും ഇവർക്കുണ്ട്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ നിയർലി ബ്ലൈൻഡ് ആണ്, ഇവർക്ക് അങ്ങനെ കണ്ണ് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലൈറ്റിന്റെ ഡിറ്റക്ഷൻസ് കുറച്ച് നേരിയ രീതിയിൽ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഇവർ സൗണ്ട് നല്ല രീതിയിൽ ഇവർ ഐഡന്റിഫൈ ചെയ്യും. എക്കോ ലൊക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇവർ മൂവ് ചെയ്യുന്നത്. ലോക്കോമോഷനൊക്കെ ഒരു ക്ലിക്കിംഗ് സൗണ്ട് ഉണ്ടാകും, നാവിഗേഷന് വേണ്ടി ഒരു ക്ലിക്കിംഗ് സൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ മർക്കിയായിട്ടുള്ള വാട്ടർ, ഗംഗാ നദി അറിയാമല്ലോ, അത്രയും കുറച്ച് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ആ ഒരു മർക്കിയായിട്ടുള്ള വാട്ടറിനകത്ത് അവർക്ക് ഹണ്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു സൗണ്ട് യൂസ് ചെയ്ത്, എക്കോ ലൊക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇവർ മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ 30 തൊട്ട് 120 സെക്കൻഡിനുള്ളിലും ഇവർ സർഫസിലേക്ക് വരും, ബ്രീത്ത് ചെയ്യാൻ വേണ്ടി സർഫസിലേക്ക് വരാറുണ്ട്. ഇവർ മെയിൻലി ഫിഷസ്, ക്രസ്റ്റേൻസസ്, ബാക്കി ഇൻവെർട്ടിബ്രേറ്റ്സിനെയൊക്കെയാണ് ഇവർ ഫീഡ് ചെയ്യുന്നത്. ഇവരെ നമ്മൾ മറ്റൊരു പേര്, ലോക്കൽ നെയിം ഇവരെ നമ്മൾ വിളിക്കുന്നത് സൂസു എന്നാണ്. സൂസു എന്ന് ഇവരെ വിളിക്കാൻ കാരണം എന്താണ്? അത് വിളിച്ച് വന്നൊരു പേരാണ്, സുസു എന്നാണ് വിളിക്കുന്നത്. നമ്മളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സുസു എന്ന് സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർ സർഫസിൽ വരും, സൗണ്ട് ഡിറ്റക്ട് ചെയ്തിട്ട് ഇവർ വരും. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി വിളിച്ച ഒരു പേരാണ് സൂസു. അതുകൊണ്ടാണ് ഇവരുടെ ലോക്കൽ നെയിമിൽ ഇവരെ നമുക്ക് സൂസു എന്ന് വിളിക്കാം. ബ്ലൈൻഡ് ഡോൾഫിൻ എന്ന് വിളിക്കുന്നവരുണ്ട്. അതുപോലെ സുസാങ്, ബംഗാൾ സുസാങ് എന്ന് നമ്മൾ വിളിക്കും. സുസാങ് അതൊരു ടേംസ് നമ്മൾ വിളിച്ചു വന്ന പേരുകൾ കേട്ടോ. ഇതാണ് നമ്മുടെ ഗംഗ റിവർ ഡോൾഫിൻ. അപ്പോൾ ഫ്രഷ് വാട്ടർ ഡോൾഫിനെ കാണുന്ന സ്ഥലം എവിടെയാണ്? ഗംഗയാണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ഡോൾഫിനെ കാണുന്നത് ആമസോൺ നദിയിലാണ്. ആമസോൺ. അടുത്ത ചോദ്യം, ദ പിഗ്മെന്റ് റെസ്പോൺസിബിൾ ഫോർ ദ പിങ്ക് കളർ ഇൻ നോർമൽ കുക്കിംഗ് മീറ്റ് ഓഫ് ട്യൂണ. ട്യൂണയുടെ നോർമൽ കുക്കിംഗ് മീറ്റിൽ പിങ്ക് കളറിന് കാരണമായ വസ്തു ഏതാണെന്നാണ്. 4 ഓപ്ഷൻ ഉണ്ട്. അസ്റ്റാസാന്തിനുണ്ട്, ഹീമോക്രോമിനുണ്ട്, മെലാനിനുണ്ട്, കരോറ്റിനോയിഡുണ്ട്. നമുക്കറിയാം റെഡ് കളർ കൊടുക്കുന്ന ആരാ? ഹീമോഗ്ലോബിൻ. നമ്മുടെ മയോഗ്ലോബിൻ ഉണ്ട്. നമ്മുടെ ട്യൂണയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ മസിൽസിലൊക്കെ മയോഗ്ലോബിൻ, ഹീമോഗ്ലോബിൻ ഉണ്ട്. അതാണ് അതിന്റെ റെഡ് കളർ കൊടുക്കുന്നത്. ഇൻ കേസ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന് ഡീനാച്ചുറേഷൻ സംഭവിക്കും. ഇപ്പൊ ഹീമോഗ്ലോബിൻ ഡീനാച്ചുറേഷൻ സംഭവിച്ച് അതിനകത്തുള്ള ഹീം ഗ്രൂപ്പ് ഒരു ഹീമോക്രോം ആയിട്ട് മാറും. ഹെമോക്രോം എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഹെമോക്രോം അഥവാ ഹീമോക്രോം എന്നും നമ്മൾ വിളിക്കാറുണ്ട് കേട്ടോ. ഹീമോക്രോം എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ. അസ്റ്റാസാന്തിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസ്റ്റാസാന്തിൻ എന്താ? സാൽമൺ ഫിഷ് ഒക്കെ ഇല്ലേ, ത്രോട്ട് സാൽമൺ ഫിഷസിലൊക്കെ നല്ല റെഡ് ഓറഞ്ച് കളർ കൊടുക്കാൻ സഹായിക്കുന്നത്. സാൽമണിലൊക്കെ റെഡ്, ഓറഞ്ച്, യെല്ലോ കളറൊക്കെ കൊടുക്കാൻ സഹായിക്കുന്നതാണ് അസ്റ്റാസാന്തിൻ. അപ്പൊ മെലാനിൻ നമുക്കറിയാം, പരിചയമുള്ള ഒരു ടൈമാണ് അല്ലെ. മെലാനിൻ നമ്മുടെ ബോഡിയിലുണ്ട്, നമ്മുടെ മുടിയിൽ, നഖത്തിലൊക്കെ കാണുന്ന ഒരു പിഗ്മെന്റ് ആണ് നമ്മുടെ മെലാനിൻ. അതാണ് നമ്മുടെ കളർ കൊടുക്കാൻ, നമ്മുടെ ബോഡിക്കൊക്കെ കളർ കൊടുക്കാൻ സഹായിക്കുന്ന ഒരു പിഗ്മെന്റ് ആണ് മെലാനിൻ. മെലാനിന്റെ അളവ് കുറയുകയും കൂടുകയും ചെയ്തു. മെലാനിൻ ഫിഷസിന്, ട്യൂണയുടെ കേസസിൽ അല്ലെങ്കിൽ ഫിഷസിന്റെ കേസസിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളർ കൊടുക്കണം. ബ്ലാക്ക് ഓർ ബ്രൗൺ കളർ കൊടുക്കാൻ സഹായിക്കും. കുറച്ച് ഡാർക്ക് കളേഴ്സ് കൊടുക്കാൻ സഹായിക്കുന്നതാണ് മെലാനിൻ. കരോട്ടിനോയിഡ് എന്താ? യെല്ലോ കളർ, യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് കളർ. അപ്പൊ മറന്നു പോകരുത്, പിങ്ക് കളർ. കുക്ക്ഡ് ട്യൂണയ്ക്ക് ആ പിങ്ക് കളർ കൊടുക്കാൻ സഹായിക്കുന്നത് ഹീമോക്രോം ആണ്. അതായത് ഹീമോക്രോമിൽ ഡീനാച്ചുറേഷൻ സംഭവിച്ച് അതിനകത്ത് ഹീം ഗ്രൂപ്പ് ഹീമോക്രോം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, സെറ്റിംഗ് ഓഫ് അക്വേറിയം ഈസ് ഓൾസോ നോൺ ആസ്. ഇവിടെ നമുക്ക് ഡൗട്ട് വരും, സെറ്റിംഗ് ഓഫ് അക്വേറിയം എന്നുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ തന്നെ അക്വാ സെറ്റിംഗ്. ശരി, അതെഴുതാം. എന്ന് വെച്ചാൽ നമ്മുടെ മാർക്ക് പോകും. ആൻസർ അക്വാസ്കേപ്പിംഗ് കേട്ടോ. അക്വാസ്കേപ്പിംഗ് എന്താ? ആർട്ട് ഓഫ് മേക്കിംഗ് അക്വേറിയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അക്വാസ്കേപ്പിംഗ് നമ്മൾ ഈ ചുമ്മാതെ ഒരു അക്വേറിയം നിർമ്മിക്കാൻ പറ്റത്തില്ല. അക്വേറിയം നിർമ്മിക്കുന്നതിനൊരു സെറ്റിംഗ് ഉണ്ട്, അതിനൊരു ആർട്ടുണ്ട്. അതായത് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യുന്നതിനകത്ത്, അതിനകത്തിൽ നമ്മൾ റോക്സ്, സ്റ്റോൺസുകൾ അറേഞ്ച് ചെയ്യുന്നത്, ഗ്രാവൽ അറേഞ്ച് ചെയ്യുന്നത്, സാൻഡ് അറേഞ്ച് ചെയ്യുന്നത്, ഫിഷസിനെ അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക്
നിലനിർത്താൻ അക്വാസ്കേപ്പിംഗ് നമ്മളെ സഹായിക്കും. പ്രോപ്പറായിട്ട് നമ്മുടെ ചെടികൾ, ഇപ്പം ഏറ്റവും കുഞ്ഞു ചെടികളാണ് നമ്മൾ എപ്പോഴും അക്വേറിയത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് പോർഷനിൽ വെക്കുന്നത്. കുറച്ചും കൂടെ ഹൈറ്റ് ഉള്ള ചെടികളാണ് അതിൻ്റെ തൊട്ട് ബാക്കിൽ വരുന്നത്. ഏറ്റവും ഹൈറ്റുള്ള ടോളസ്റ്റ് ആയിട്ടുള്ള അക്വേറിയം പ്ലാന്റ്സുകളൊക്കെ അക്വേറിയത്തിൻ്റെ ഏറ്റവും ബാക്കിലാണ് നമ്മൾ പ്ലേസ് ചെയ്യും. ഇങ്ങനെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുന്നു. ഡെക്കറേഷൻസ് എവിടെയൊക്കെയാണ് വെക്കുന്നത്, അതൊരു നമുക്ക് കാണുമ്പോൾ നമുക്ക് വിഷ്വലി ഒരു ട്രീറ്റാണ് അക്വേറിയംസ് നമുക്ക് തരുന്നത്. നമുക്കൊരു റിഫ്രഷ്മെൻ്റ് ആണ് തരുന്നത്, ഒരു എസ്തെറ്റിക് വാല്യൂ ആണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓക്കെ ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് അക്വേറിയം സെറ്റ് ചെയ്യണം. വാലാച്ചേല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്വേറിയം കാണാൻ ഒരു രസമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിഷസിന് അത് കുറേ സ്ട്രെസ് ഉണ്ടാക്കും. ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് കുറേ സാധനങ്ങളൊക്കെ കുത്തി നിറച്ച് കഴിഞ്ഞാൽ ഫിഷസിന് അത് സ്ട്രെസ് ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു കേസിൽ പ്രോപ്പറായിട്ട് നമ്മളെ സെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അക്വാസ്കേപ്പിംഗ്. ലാൻഡ്സ്കേപ്പിംഗ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ തന്നെ അക്വാട്ടിക് സ്കേപ്പിംഗ്, അക്വാസ്കേപ്പിംഗ്. ഇപ്പോൾ അക്വേറിയം കൾച്ചർ, അക്വാരിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഓർണമെന്റൽ ഫിഷസിന്റെ കൾച്ചറിനെയാണ്. ഫിഷസിന്റെ കൾച്ചർ, റെയറിങ് ഓഫ് ഓർണമെന്റൽ ഫിഷസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, അക്വാരിക്കൾച്ചർ. അക്വാരിക്കൾച്ചർ എന്ന് വിളിക്കും കേട്ടോ. ഓർണമെന്റൽ ഫിഷസ്, അക്വേറിയം കൾച്ചർ ഉണ്ട്, അക്വേറിയം അതൊരു ടേം അല്ല. അക്വാരിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ ഓർണമെന്റൽ ഫിഷസിന്റെ കൾച്ചറിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അക്വാസ്കേപ്പിംഗ് മറക്കരുത്, ദ ആർട്ട് ഓഫ് മേക്കിംഗ് ഓർ സെറ്റിംഗ് ഓഫ് അക്വേറിയം. Which one is the primitive larvae of Crustacea? Crustacea primitive larva, ആദ്യ ലാർവ, പ്രിമിറ്റീവ് ആയിട്ടുള്ള ലാർവ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ടേം ഉണ്ട് പ്രിമിറ്റീവ് ലാർവ. സോയ ആണോ, ട്രോക്കോഫോർ ആണോ, നിയോപ്ലിയ ആണോ, മൈസസ്? ഇത് ട്രോക്കോഫോർ എന്ന് പറഞ്ഞാൽ മൊളിസ്കൻസ് ഒക്കെ വരുന്ന ഒരു ലാർവയാണ് ട്രോക്കോഫോർ. അപ്പം നമ്മൾ ക്രസ്റ്റേഷ്യ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രിമിറ്റീവായിട്ട് നമുക്കറിയാം. പ്രോൺസിൻ്റെ ഒക്കെ ലാർവ സ്റ്റേജ് ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ കുറച്ചുകൂടെ ഈ ഒരു ആൻസർ എഴുതാം. പ്രോൺസിൻ്റെ ഒക്കെ ആദ്യ സ്റ്റേജ് ഏതാ, നിയോപ്ലി സ്റ്റേജ്. അതിനുശേഷമാണ് സോയ സ്റ്റേജ് വരുന്നത്, അതിനുശേഷമാണ് മൈസസ് സ്റ്റേജ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിയോപ്ലി ആണ് ഏറ്റവും മൈന്യൂട്ട്, നമ്മൾ ഏറ്റവും മൂന്നാമത്തെ. നിയോപ്ലി ആണ് ഏറ്റവും പ്രിമിറ്റീവ് ആയുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോയ ഉണ്ട്, ട്രോക്കോഫോർ ഉണ്ട്, നിയോപ്ലിയ ഉണ്ട്, മൈസസ് ഉണ്ട്. അതിന് തെറ്റിപ്പോയത്, നിയോപ്ലിസ് ആണ് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്റ്റേജ്, മൊളിക്കസിന്റെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പല ടേംസ് നമുക്ക് ലാർവയ്ക്ക് പല പല ലാർവകളുണ്ടല്ലോ നമ്മുടെ. ഇപ്പോൾ ട്രോക്കോഫോർ എന്ന് പറയുമ്പോൾ അനിലിഡുകളൊക്കെ അനിലിഡ്സുകളുടെ ഒക്കെ ലാർവയാണ് ട്രോക്കോഫോർ എന്നൊക്കെ പറഞ്ഞാൽ. അനിലിഡ്സ്, മൊളിസ്കൻസ് മൊളിസ്കുകളുടെ ലാർവയാണ് ട്രോക്കോഫോർ ലാർവ എന്ന് പറഞ്ഞാൽ. സോവ. ബാക്കി നമ്മള് മെഗലോപ്പ എന്തിന്റെ ലാർവയാ, മെഗലോപ്പ കേട്ടിട്ടുണ്ടോ? മെഗലോപ്പ ക്രാബിന്റെ ലാർവയാണ് മെഗലോപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സൈറിസ് എന്ന് പറഞ്ഞ ലാർവ, സൈപ്രസ് ബർണാക്കിൾസുകളുടെ ലാർവയാണ് സൈപ്രസ് എന്ന് പറഞ്ഞത്. പിന്നെ ഒരു ലാർവയുണ്ട്, അതായത് ഈ സ്പൈനി ലോബ്സ്റ്റേഴ്സിന്റെ ഒക്കെ ഒരു ലാർവയാണ് ഫൈലോസോമ എന്ന് പറഞ്ഞാൽ. ഫൈലോസോമ എന്ന് പറഞ്ഞാൽ സ്പൈനി ലോബ്സ്റ്റേഴ്സിന്റെ ഒക്കെ ഒരു ലീഫ് ലൈക്ക് ആയിട്ടുള്ള ഒരു ലാർവയാണ് ഫൈലോസോമ. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലാർവയുണ്ട്. പിന്നെ നമ്മൾ ഓയിസ്റ്റേഴ്സിന്റെ ഒക്കെ നമ്മൾ പെഡി വിലിഗർ ലാർവ, ഓയിസ്റ്റേഴ്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ പെഡി വിലിഗർ ലാർവ. ഇപ്പൊ ലാർവൽ സ്റ്റേജസുകൾ ഓരോ ജീവികളും, ഇപ്പോൾ ഓയിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ ക്രസ്റ്റേഷ്യൻസ്, മൊളിസ്കൻസ്, ഇതിൻ്റെയൊക്കെ ലാർവകളുടെ പേര് പഠിച്ചു വെക്കാം. ഓക്കെ, ചോദ്യം വന്നിട്ടുണ്ട് ലാർവകളുടെ പേര്. ഇത് നമ്മുടെ ഒരു പ്രോൺസിന്റെ ഒരു ഇതാണ്. എഗ്സ് ഇടുന്നു, അത് നിയോപ്ലി ആവുന്നു, പ്രോട്ടോസോവ സോവ ആയിട്ട് മാറുന്നു, മൈസിസ് പോസ്റ്റ് ലാർവ കഴിഞ്ഞ് അഡൽട്ട് ആയിട്ട് മാറുന്ന ഒരു ഫിഗർ ആണ്. കൊറാക്കിൾ ഫിഷ് ഈസ് പെർഫോംഡ് ബൈ ഒരാളാണോ, 2 പേരാണോ, 3 പേരാണോ, 4 പേരാണോ എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം കൊറാക്കിൾ ഫിഷിംഗ് എന്താണെന്ന് അറിയാം. കൊറാക്കിൾ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബോക്സ്, ഒരു ചെറിയ ബൗളിലായിക്കൊരു ബോട്ടാണ് കൊറാക്കിൾസ് എന്ന് പറയുന്നത്. കൊറാക്കിൾ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻലി രാത്രി കാലങ്ങളിലാണ് ചെയ്യുന്നത്. 2 പേര്. ആൻസർ നമുക്ക് കിട്ടി 2 മെൻസ്.
ഓപ്ഷൻ ബി 2 months. 2 പേരാണ് മെയിൻലി കൊറാക്കിൾ ഫിഷിംഗ് നടത്തുന്നത്. രാത്രി കാലങ്ങളാണ് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 2 കൊറാക്കിളിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോയിട്ട് അവരുടെ ഒരു കൈ വെച്ച് അവർ ഓസ് പാഡിൽ മൂവ് ചെയ്യും. 8 പോലെ ഇത് സൈൻ ഫിഗർ 8 8 പോലെയാണ് ആ തുഴ പോകുന്നത്. അപ്പുറത്തെ കൈ വെച്ചിട്ട് അവർ ആ നെറ്റ് വലിച്ചു പിടിക്കും. അപ്പുറത്തെ ഒരാളുണ്ടായിരിക്കും, ആ ഒരു കൊറക്കിലിനകത്തും ആളിങ്ങനെ വലിച്ചു പിടിക്കും. മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ജമ്പിങ് ആയിട്ടുള്ള ഫിഷസിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ രാത്രി കാലം ഇതിങ്ങനെ ചാടിച്ചടിച്ച് ഇങ്ങനെ കറണ്ടിനനുസരിച്ച് ഇപ്പോൾ നമ്മളവിടെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് കറണ്ടിനനുസരിച്ച് വരുന്നു, അതിനകത്തേക്ക് ഈ നെറ്റിനകത്തേക്ക് അവർ വന്ന് പെടുകയാണ് ചെയ്യാനുള്ളത്. അതാണ് കൊറാക്കിൾ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ. രാത്രി കാലങ്ങളാണ് 2 പേരാണ് ഇത് ചെയ്യുന്നത് മെയിൻലി. എന്നിട്ട് ഈ കളക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവരിതിനെ ചുരുട്ടി എടുക്കുകയും ചെയ്യും, കളക്ട് ചെയ്തെടുക്കുകയും ചെയ്യും. അപ്പോൾ നല്ല സ്കില്ല് വേണ്ട ഒരു ഫിഷിംഗ് ആണ് കൊറാക്കിൾ ഫിഷ് എന്ന് പറഞ്ഞാൽ. നല്ല സ്കില്ല് വേണം, കാരണം ഒരു കൈ വെച്ച് പാഡിലും നോക്കണം, മറ്റേ കയ്യിൽ നെറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പറ്റുന്ന ഒരു ഫിഷിംഗ് ആണ് കൊറാക്കിൾ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ. 2 months ആണ് ഉള്ളത്. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് ദ അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് പ്രൈമറി ലെവൽ വെൽഫെയർ സൊസൈറ്റീസ് ഓഫ് ദ കോസ്റ്റൽ ഫിഷറി സെക്ടർ ഓഫ് കേരള? നമുക്ക് ഒരുപാട് ഫിഷറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിലുണ്ട്. കേരള സ്റ്റേറ്റ് ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതെല്ലാം പഠിക്കണം. അതിൻ്റെ ഫുൾ ഫോമും നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ക്വസ്റ്റ്യൻസ് ഉറപ്പായും ആ ഒരു പാട്ടിനകത്തുനിന്ന് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ സ്ട്രെസ് കൊടുത്ത് പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ മത്സ്യഫെഡ്, KSCADC, അടക്കുണ്ട്, FFD ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്നത് ഏതാണ് അപ്പെക്സ് ഫെഡറേഷൻ? അതായത് പ്രൈമറി ലെവൽ വെൽഫെയർസ് കൊടുക്കുന്ന ഫിഷറീസ്, കോസ്റ്റൽ ഫിഷറീസ് സെക്ടേഴ്സിന് പ്രൈമറി ലെവലിൽ അവർ വെൽഫെയർ കൊടുക്കുന്ന അപ്പെക്സ് ഫെഡറേഷൻ ഏതാണ് എന്നുള്ള ചോദ്യം. മത്സ്യഫെഡ്. നമ്മുടെ എക്സാം എന്ത് റിലേറ്റഡ് ആണ്? മത്സ്യഫെഡ് റിലേറ്റഡ് ആണ്. മത്സ്യഫെഡാണ് അതിന് ആൻസർ. ഇനി എന്താണ് ഈ KSCADC, അടക്ക് എന്താണ്, FFD എന്താണെന്നൊക്കെ നമുക്ക് നോക്കിയാലോ. മെയിൻലി മത്സ്യഫെഡ് എന്ന് പറയുമ്പോൾ മത്സ്യഫെഡിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. ദ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റ്. നമ്മൾ അവരുടെ ഒരു എക്സാമാണ് എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് അത് ചോദിച്ച ആരും എഴുതാതിരിക്കരുത്. മത്സ്യഫെഡിന്റെ ഫുൾ ഫോം എന്ത്? ദ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് ഡെവലപ്മെന്റ് ആണ്, ഡെവലപ്മെന്റ് ലിമിറ്റഡ് ആണ് മത്സ്യഫെഡ് എന്നുള്ളത്. അതിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദ അപ്പെക്സ് ബോഡി ഫോർ ദ ഫിഷർമെൻ കോഓപ്പറേറ്റീവിന്റെ അപ്പെക്സ് ബോഡിയാണ്. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള അപ്പെക്സ് ബോഡി. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സ്യഫെഡ് തന്നെ എഴുതണം. ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്നുണ്ട് അവർ, മാർക്കറ്റിംഗ് പ്രൊസീജിയേഴ്സ് പ്രോസസ്സിങ്ങിൻ്റെ സപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്, വെൽഫെയർ സ്കീംസുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം മറൈൻ ഇൻലാൻഡ് ഫിഷറീസിലൊക്കെ അവരെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് മത്സ്യഫെഡ് എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് KSCADC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്കറിയാം കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റിന് വേണ്ടിയായിരിക്കും ഈ ഒരു പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അതായത് ഫോക്കസ് മെയിൻലി കോസ്റ്റൽ സോൺ മാനേജ്മെന്റ്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ലിവ്ലിഹുഡിന്റെ ഇംപ്രൂവ്മെന്റുകൾ, അതുപോലെ കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിന്റെ പ്രോഗ്രാംസ് കാര്യങ്ങൾ, കോസ്റ്റൽ പ്രൊട്ടക്ഷൻ, എക്കോ ടൂറിസം, സസ്റ്റൈനബിൾ ആയിട്ടുള്ള റിസോഴ്സ് മാനേജ്മെന്റ്, ഇതൊക്കെ നടത്തുന്നതാണ് മെയിൻലി നമ്മുടെ KSCADC, കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അടുത്തത് അഡക്ക് എന്നാണ്, ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ. കേരളയാണ് അടക്ക്. മെയിൻലി അക്വാകൾച്ചർ, കേരളത്തിലെ അക്വാകൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസുകളെല്ലാം ചെയ്യുന്നത് നമ്മുടെ അടക്കാണ്. അടുത്തത് FFDA, ഫിഷ് ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി, അതായത് പ്രൊവൈഡിങ് ട്രെയിനിങ്, നമ്മുടെ ഫിഷർമെൻസിനൊക്കെ ട്രെയിനിങ്, ടെക്നിക്കൽ സപ്പോർട്ടുകൾ ഒക്കെ കൊടുക്കുന്നത് നമ്മുടെ ഫിഷ് ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസിയാണ്. അവർ അതുവഴി അവർക്ക് ഫിഷ് പ്രൊഡക്ഷൻ കൂട്ടാനും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനും അവരെ സഹായിക്കും. ഇനി നമുക്കൊരു ഓടിച്ചു പോകാം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഏജൻസീസ്, നമ്മൾ കേരള ഗവൺമെന്റിന് അണ്ടറില്ല, കേരള ഫിഷറീസിന് അണ്ടറിൽ 9 ഏജൻസികളുണ്ട്. അതുകൂടാതെയുള്ള മേജറായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏജൻസീസ് ഒന്ന് പെട്ടെന്ന് പോകാം. അതിന്റെ ഫുൾ ഫോംസും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തേത് മത്സ്യഫെഡ് ആണ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ്, മറന്നു പോകരുത്. രണ്ടാമത്തേത് അഡക്, ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ. അടുത്തത് KFWEB, അതായത് കേരള ഫിഷർമെൻ വെൽഫെയർ ഫണ്ട്. ഓക്കെ, അടുത്തത് SFMC, കേരള സ്റ്റേറ്റ് ഫിഷറീസ് മാനേജ്മെന്റ് കൗൺസിൽ. FFDA, ഫിഷർമാൻസ് ഡെവലപ്മെന്റ് ഏജൻസി. KSCADC, കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അടുത്തത് NIFAM, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്.
സാഫ്, സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ഓഫ് ഫിഷർ വുമൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാഫ്. ഫിഷർ വുമൺസിന് അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ സാഫ്, സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വുമൺ. അടുത്ത കപിൽ, കേരള അക്വാ വെഞ്ചർ ഇന്റർനാഷണൽ ലിമിറ്റഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഓർണമെന്റൽ ഫിഷിംഗ് കാര്യം എല്ലാം ഡീൽ ചെയ്യുന്നത് കപിലാണ്. അടുത്തത് ഫിർമ, കേരള ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് സൊസൈറ്റിയാണ് ഫിർമ. അടുത്തത് KSFDRC, കേരള സ്റ്റേറ്റ് ഫിഷർമെൻ ഡെപ്റ്റ് റിലീഫ് കമ്മീഷൻ, അവർക്ക് ഇപ്പൊ കടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ KSFDRC എന്ന് പറഞ്ഞത്. ഒറ്റ നോട്ടത്തിൽ ഇവരുടെയൊക്കെ ഫങ്ഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. ഡയറക്ടർ ഓഫ് ഫിഷറീസിന് അണ്ടറിലാണ് ഇവരെല്ലാം വരുന്നത്. മത്സ്യഫെഡുണ്ട്, മത്സ്യബോർഡുണ്ട്. മത്സ്യബോർഡ് ഫിഷേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്നു. KSFRDC എന്തിനാ? ഫിഷർമെന്റെ ഡെപ്ത് റിലീഫിന് വേണ്ടി പ്രവർത്തിക്കുന്നു. KSCADC ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, കോസ്റ്റൽ ഏരിയാസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്നു. നിഫാം എന്ന് പറയുമ്പോൾ ട്രെയിനിങ് എക്സ്റ്റൻഷൻസ് ആണ് അവർ മേജർലി ഫോക്കസ് ചെയ്യുന്നത്. സാഫ് എന്ന് പറയുമ്പോൾ ഫിഷർ വുമന്റെ ലിവ്ലിഹുഡ് സപ്പോർട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയാണുള്ളത്. അഡക് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ, കേരളത്തിലെ അക്വാകൾച്ചർ ഡെവലപ്മെന്റ് എല്ലാം ചെയ്യുന്നത് അഡക്കാണ്. മത്സ്യഫെഡ് എന്ന് പറയുമ്പോൾ കോപ്പറേറ്റീവ് ആണ്, മാർക്കറ്റിംഗ് ആണ്, മാറിപ്പോവരുത്. മത്സ്യഫെഡ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, മത്സ്യബോർഡ് ഫിഷേഴ്സിന്റെ വെൽഫെയർ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ കപിൽ എന്ന് പറയുമ്പോൾ ഓർണമെന്റൽ ഫിഷ് ഫാമിംഗ് ആണ്. FFDA എക്സ്റ്റൻഷൻ ഓഫ് അക്വാകൾച്ചറിന്റെ കാര്യങ്ങൾ നോക്കുന്നു. KSFDC ക്വാളിറ്റി കൺട്രോൾ, ഫിഷ് സീഡിന്റെ ഒക്കെ ക്വാളിറ്റി കൺട്രോൾ ഒക്കെ നോക്കുന്നത് KSFSC ആണ്. SFMC കേരളത്തിലെ ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് മേജർ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് കമ്മിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫസ്റ്റ് ഇംപ്ലിമെന്റേഷൻ, കീവേഡ് ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ട്രോൾ ബാൻ ഡ്യൂറിങ് മൺസൂൺ ടൈം ഇൻ കേരള. കേരളത്തിലെ ട്രോൾ ബാൻ എപ്പോഴാണ് ഉള്ളത്? മൺസൂൺ ടൈമിലാണ് ട്രോൾ ബാൻ ഉള്ളത്. ഇത് എപ്പോഴാണെന്ന് വെച്ചാൽ ജൂൺ 9 തൊട്ട് ജൂലൈ 31 വരെ, മൊത്തം 52 ദിവസമാണ് കേരളത്തില് ട്രോൾ ബാൻ ഉള്ളത്. 52 ദിവസം. ഇത് ചോദ്യം ഇതാണ്, ഏത് കമ്മിറ്റിയാണ് ആദ്യം ഇംപ്ലിമെന്റ് ചെയ്തത്? അതായത് കേരളത്തിൽ ആദ്യമായിട്ട് ട്രോൾ ബാൻ ഇംപ്ലിമെന്റ് ചെയ്തത് ഏത് കമ്മിറ്റിയാണ്? വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇന്ത്യയിൽ ആദ്യമായി മൺസൂൺ ട്രോൾ ബാൻ നടത്തിയത് കേരളമാണ് കേട്ടോ. കേരളമാണ് ആദ്യമായിട്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട് മൺസൂൺ ട്രോൾ ബാൻ നിലവിൽ കൊണ്ടുവന്ന സംസ്ഥാനം കേരളമാണ്. ഇനി ഏത് കമ്മിറ്റി എന്ന് വെച്ചാൽ ഇവര് 4 കമ്മിറ്റി, ഇപ്പൊ ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി ഉണ്ട്, DK സിംഗ് കമ്മിറ്റി ഉണ്ട്, സരിയാസ് കമ്മിറ്റി ഉണ്ട്, PSBRC ജെയിംസ് കമ്മിറ്റി ഉണ്ട്. ഇവർ 4 പേരും ട്രോൾ ബാനിന് വേണ്ടി, ട്രോൾ ബാനിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റീസ് എല്ലാം അവരുടേതായ ഒപ്പീനിയൻസ് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ആദ്യം ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത് ബാലകൃഷ്ണൻ നായർ കമ്മിറ്റിയാണ്. അതായത് മറൈൻ ബയോളജിസ്റ്റ് ആയിരുന്നു ബാലകൃഷ്ണൻ നായർ. ബാലകൃഷ്ണൻ നായർ കമ്മിറ്റിയാണ് ആദ്യമായിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. കേരളത്തിലെ ട്രോൾ ബാൻ എന്ന ജൂൺ 9 തൊട്ട് ജൂലൈ 31 വരെ 52 ദിവസമാണ്. ഇത് ആദ്യമായിട്ട് ഈ ട്രോൾ ബാൻ നടത്തുന്നത് ആരാ? കിംഫ്രയാണ് നടത്തുന്നത്. കിംഫ്ര നിലവിൽ വന്നത് 1980-ലാണ്. ആദ്യത്തെ ട്രോൾ ബാൻ നടത്തിയത് 1988-ലാണ്. 1988-ലാണ് ആദ്യത്തെ ട്രോൾ ബാൻ നടത്തിയത്. അന്ന് 47 ദിവസമായിരുന്നു നടത്തിയത് കേട്ടോ. 47 ദിവസമായിരുന്നു ട്രോൾ ബാൻ. 2008 മുതലാണത് 52 ദിവസമായിട്ട് മാറ്റിയത്. 2008 മുതൽ അത് 52 ദിവസമാക്കി മാറ്റി. പക്ഷെ അടുത്തൊരു കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് 72 ദിവസം ആക്കണം ട്രോൾ ബാൻ, 72 ദിവസത്തിലേക്ക് മാറ്റണം എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ട്രോൾ ബാൻ എന്താണെന്ന് അറിയാലോ? ട്രോൾ ബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ സീസൺസിൽ നമ്മുടെ ഫിഷസിന്റെ ഒരു ബ്രീഡിങ് അല്ലെങ്കിൽ സ്പോണിങ് പീരീഡ് ആണ്. അവരെ ഒന്ന് കൺസർവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്രോൾ ബാൻ എടുക്കുന്നത്. മെക്കനൈസ്ഡ് ആയിട്ടുള്ള ബോട്ടുകളൊന്നും ആ സമയത്ത് ഫിഷിങ്ങിന് ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ട്രോൾ ബാൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ട്രഡീഷണൽ ആയിട്ടുള്ള കുഞ്ഞു ബോട്ടുകൾ, വള്ളങ്ങൾ, അവയ്ക്കൊക്കെ ട്രോൾ ബാൻ എക്സ്ക്ലൂഡഡ് ആണ്. അവർക്ക് മീൻ പിടിക്കാൻ ആ സമയത്ത് പോവാം. അതായത് ഈ ട്രഡീഷണലി ലിവ്ലിഹുഡ് നടത്തുന്ന ആൾക്കാർക്ക് ആ സമയത്ത് ഒക്കെയാണ്. അത് 1988-ലാണ് ആദ്യമായിട്ട് ട്രോൾ ബാൻ കേരളത്തിൽ നടത്തുന്നത്. ബാലകൃഷ്ണൻ നായർ കമ്മിറ്റിയാണ് ഇത് കൊണ്ടുവരുന്നത്. കിംഫ്രയുടെ അണ്ടറിലാണ്. മെയിൻലി കിംഫ്ര എന്താന്ന് ചോദിച്ചാൽ കേരള മറൈൻ ഫിഷറീസ് റെഗുലേഷൻ ആക്ട് ആണ് കേട്ടോ. ഇതിന്റെ അണ്ടറിലാണ് ആര് വന്നത്? നമ്മുടെ ട്രോൾ ബാൻ വന്നത്.
അപ്പം 72 ദിവസം ആക്കണം എന്ന് പറഞ്ഞത്, പക്ഷെ അത് പ്രാക്ടിക്കലി ഫോളോ അല്ല. കാരണം അത്രയും ദിവസം വരുമ്പോഴത്തേനും നമ്മുടെ ഒരു ഫിഷർമാൻ, നമ്മൾക്കറിയാം കേരളം ഒരു കോസ്റ്റൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ അത്രയും ഫിഷർമെൻസ് കമ്മ്യൂണിറ്റി നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അവരത്രയും നാൾ ജോലിയില്ലാതെ അൺഎംപ്ലോയ്മെന്റ് അവർ അനുഭവിക്കേണ്ടി വരും. അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 72 ദിവസമാക്കുന്നത് പരിഗണിക്കാൻ ചാൻസ് ഇല്ല. 52 ദിവസമാണ് വാലിഡായിട്ട് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ സംസ്ഥാനങ്ങൾ, അയൽ സംസ്ഥാനമായ കർണാടക, ഗുജറാത്ത് തൊട്ട് അവരുടെ ഈ വെസ്റ്റേൺ കോസ്റ്റിലെല്ലാം ഈ ഒരു സീസണിലാണ്, നമ്മൾ ഈ ഒരു മൺസൂൺ സീസണിലാണ് നമ്മുടെ ട്രോൾ ബാൻ നടത്തുന്നത്. പക്ഷെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ഒറീസ ആ റീജിയൻസിലൊക്കെ ഏപ്രിൽ 14 തൊട്ട് നമ്മുടെ ജൂൺ 15 വരെ ആ ഒരു ടൈമിലാട്ടോ അവരുടെ മൺസൂൺ, ആ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ന് പറയുമ്പോൾ ഏപ്രിൽ പകുതി തൊട്ട് ഒരു ജൂൺ പകുതി വരെയാണ് ട്രോൾ ബാൻ ഉള്ളത്. തമിഴ്നാട്, അത് ഈസ്റ്റേൺ റീജിയൻസിലുള്ള ഏരിയാസിലൊക്കെ. ക്ലിയർ? ട്രോൾ ബാൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ട്രോൾ ബാൻ എന്നാണ് കേരളത്തിൽ നടക്കുന്നത്, എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് മനസ്സിലായി, ഏത് കമ്മിറ്റിയാണെന്ന് മനസ്സിലായി, എത്ര ദിവസമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, കേരളത്തിൽ ആദ്യമായിട്ട് ട്രോൾ ബാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ ട്രോൾ ബാൻ നമ്മൾ ട്രോളിംഗ് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഷട്ട് ചെയ്യുന്ന ഹാർബർ ഏതെന്ന് വെച്ചാൽ നീണ്ടകര ഹാർബർ കേട്ടോ. നീണ്ടകര ഹാർബർ അടച്ചു കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ ഹാർബേഴ്സും അടച്ചടച്ച് വരുന്നത്. കേരളത്തിലെ എല്ലാ ഹാർബേഴ്സുകളും അടച്ചിടും. അതിലാദ്യം അടയ്ക്കുന്നത് നീണ്ടകര, കൊല്ലം നീണ്ടകര ഹാർബറാണ്. ഇതിനകത്ത് DK സിംഗ്, ഇവരും സലിയാസൊക്കെ ട്രോൾ ബാൻ അല്ലെങ്കിൽ നമ്മുടെ മാമൽസ്, മറൈൻ മാമൽസിന്റെ ഒക്കെ കൺസർവേഷന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചവരാണ്. പിന്നെ PSBR ജെയിംസ് എന്ന് പറഞ്ഞാൽ ഫോർമർ ഡയറക്ടർ ഓഫ് CMFRI, CMFRIയുടെ ഫോർമർ ഡയറക്ടറാണ്. ആയിരത്തി 1988, 2006 DK സിംഗ് കമ്മിറ്റി ഉള്ളത്. പിന്നെ ഇത് 1992 സലിയാസ് കമ്മിറ്റി ഉള്ളത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ എഡ്യൂക്കേറ്റിംഗ് ഓഫീസേഴ്സ് ആർ പെർ കിംഫ്ര? കിംഫ്രയുടെ അണ്ടറിൽ എഡ്യൂക്കേറ്റിംഗ് ഓഫീസർ ഇതിനകത്ത് ആരാണ്? അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫിഷറീസ് ഓഫീസർ ആണോ, അസിസ്റ്റന്റ് ഡയറക്ടർ ആണോ, ഡെപ്യൂട്ടി ഡയറക്ടർ ആണോ, ഫീൽഡ് ലെവൽ ഓഫീസർ ആണോ എന്നാണ് ചോദ്യം. ഈ എഡ്യൂക്കേറ്റിംഗ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലോസ് എന്തെങ്കിലും വയലേഷൻ വന്നു കഴിഞ്ഞാൽ ലോസിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന, പെനാൽറ്റികൾ കൊടുക്കാൻ പറ്റുന്ന ഓഫീസേഴ്സ് ഉണ്ടല്ലോ. നമ്മുടെ ഫിഷറീസ് തന്നെ അങ്ങനത്തെ ഓഫീസേഴ്സിനെ നമ്മൾ എഡ്യൂക്കേറ്റിംഗ് ഓഫീസേഴ്സ് പറഞ്ഞാൽ അവർക്കൊരു ജുഡീഷ്യറി ഉണ്ട്. ആ ജുഡീഷ്യറി അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഓൺ പെനാൽറ്റീസ് കൊടുക്കാനുണ്ട്. അവരായിട്ട് കുറച്ച് അതോറിറ്റി ആയിട്ടുള്ള, പവറിങ് ആയിട്ടുള്ള ആൾക്കാരാണ് എഡ്യൂക്കേറ്റിംഗ് ഓഫീസേഴ്സ്. അപ്പോൾ കിംഫ്രയുടെ അണ്ടർ, കിംഫ്ര എന്താണ്? കേരള മറൈൻ ഫിഷറീസ് റെഗുലേഷൻ ആക്ട് 1988 അത് വന്നത്. ഈ ആക്ടിന്റെ അണ്ടറിൽ എഡ്യൂക്കേറ്റിംഗ് ഓഫീസർ ആരൊക്കെയാണ് എന്നതാണ് ചോദ്യം. അസിസ്റ്റന്റ് ഡയറക്ടറും ഡെപ്യൂട്ടി ഡയറക്ടറും, ഇവർ രണ്ടുപേരുമാണ് എഡ്യൂക്കേറ്റിംഗ് ഓഫീസേഴ്സ്. അപ്പം ഇതിനകത്ത് ഓപ്ഷൻസ് വരുന്നത് C ആണ്, only 2 and 3 എന്നുള്ളതാണ് അതിൻ്റെ ആൻസേഴ്സ് വരുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം. അപ്പം ഇത്രയാണ് നമ്മൾ മേജർലി പ്രീവിയസ് ഇയേഴ്സിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ പാർട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തായാലും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.